എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നെഹ്റു ക്ലാസ് ആം, ഇവിടെ ഇന്ന് സമാപിക്കുകയാണ്. 34ാമത്തെ ക്ലാസ്സാണിന്ന്. ഇന്ന് നമ്മുടെ ക്വസ്റ്റൻ ആൻഡ് സെഷനോട് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്യുവാണ്. ഈ കഴിഞ്ഞ 34 ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ് ഇനോഗ്രേഷൻ ആയിരുന്നു. സോ മൊത്തം 33 ക്ലാസ്സുകൾ പഠിപ്പിച്ചിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളെ സത്യത്തിലേക്ക് നടത്തുക എന്നുള്ളതായിരുന്നു. ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ ഉദ്ദേശം തന്നെ വെളിച്ചം പകരുക. ആ വെളിച്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ വെളിച്ചത്തിൽ ജീവിക്കാനായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. സോ ആ ഉദ്ദേശം ഞങ്ങൾ പൂർത്തീകരിച്ചു ഈ ക്ലാസ്സിൽ കൊണ്ട് ഞങ്ങളിന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 വാക്ക് പറയാനായിട്ടുള്ളൊരു സാവകാശമുണ്ട്. ഇപ്പം ഹാൻഡ് റൈസ് ചെയ്തവരെ ഞാൻ പേര് വിളിക്കും. അങ്ങനെ ഓരോരുത്തരായി വന്ന് സംസാരിക്കുക. ആദ്യം റജീന. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. എനിക്ക് ന്യൂറോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ അതിനു വേണ്ടിയിട്ട് പാസ്റ്റർ ഷിബു പിടിക്കുന്ന ദൈവം ഒരിക്കലും ഓർത്തും നന്ദി പറയുന്നു. ഈ ക്ലാസ് ഞാൻ ഈ ന്യൂറോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പഴയ ഒരു ക്ലാസ്സിൽ ഏകദേശം ലാസ്റ്റ് ബാച്ച് ആയപ്പോഴാണ് ഞാൻ കയറിയത്. അന്ന് വെച്ച് നോക്കുമ്പം ഞാനൊരു ടിപ്പിക്കൽ പെൻഡക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ടും ഒരു പാസ്റ്റർ മകളായതുകൊണ്ടും എനിക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും പിന്നെ പാസ്റ്റർ ക്ലാസ്സിൽ വെച്ചും അല്ലാത്ത പ്ലാറ്റ്ഫോമിലും കണ്ടും പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ഒരു എനിക്ക് എൻ്റെ ഒരു നിലവാരത്തിൽ ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ബേസ്മെന്റ് ഞാൻ മാറ്റിയിട്ടേ ഉള്ളൂ. പല ക്ലാസ്സുകളൊക്കെ എനിക്ക് കുറച്ച് മിസ്സായി പോയി. എങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ നല്ലൊരു ബേസ്മെന്റ് നല്ലൊരു ഫൗണ്ടേഷൻ ഇടാൻ എനിക്ക് ദൈവം സഹായിച്ചു. ഈ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സിബിറു പറഞ്ഞ പോലെ ഈ ലോകത്ത് ഇനി കുറച്ച് നാളും കൂടെ നമ്മൾ ജീവിക്കാനുള്ളൂ. എനിക്ക് 37 വയസ്സാണ്. 37 വയസ്സ് വരെ ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ എനിക്ക് പകർന്നു തന്നതും ഞാൻ കേട്ട അവർക്ക് കിട്ടിയ ഏതോ ഒരു കാര്യത്തെ എന്നിലോട്ട് അടിച്ചേൽപ്പിച്ച് ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ചിലപ്പം ചോദിക്കുമ്പം കുറെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതിനെ ഇട്ടിട്ട് പോകണോ എന്നുള്ള നിലവാരത്തിലോട്ട് മാറി ഇരുന്നൊരു ടൈമിലാണ് ഞാൻ ഇതിനകത്ത് വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു വെളിച്ചം എന്താന്ന് മനസ്സിലായി. ആ വെളിച്ചം എന്നിൽ എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയാണ് വെളിച്ചമാകേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ക്ലാസ് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്താലും ഇതെല്ലാവർക്കും ചിലപ്പം എല്ലാവരും ഓപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചോസൺ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. സുജിബ്രനെ നന്ദി പറയുന്നു. ജിയിലുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. ഇപ്പൊ ഞാനൊരു ജിയുടെ അംഗമാണ്. പാസ്റ്റർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പറയാൻ വാക്കുകളില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാനിപ്പോ ഇന്ന് എത്ര നല്ല മിടുക്കിയായിട്ടിരിക്കുന്നത് പോലും ജി എന്ന് പറഞ്ഞ ഒരു ഫാമിലി വന്നതുകൊണ്ട് മാത്രമാണ്. അത് ദൈവത്തോട് നന്ദി പറയുന്നു. എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് നിങ്ങളുടെ ഇത്രയും ക്ലാസ്മേറ്റ്സിൽ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഇത്രയും പരിചയപ്പെടാനും ഒത്തിരി പല പല ആൾക്കാരിൽ നിന്ന് നമ്മൾ പെന്തക്കോസ്തൽ പ്രശ്നമുണ്ട്, നമുക്ക് അവരെ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ വലിയൊരു ലോകത്തോട്ട് ഇത്രയും ക്രിസ്ത്യാനികളും പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയതെല്ലാം ഇതിലൂടെയാണ്. ഒത്തിരി താങ്ക് യു. 2 മിനിറ്റ് കൂടുതലായി. താങ്ക് യു സിബിറെ. പാസ്റ്റർ നന്ദി കേട്ടോ. താങ്ക് യു. താങ്ക് യു റജീന. താങ്ക് യു. അടുത്തത് കോശി മണപ്പുഴ. കോശിച്ച. ഓക്കെ. ഈ ഗ്ലോറിയസ് ന്യൂറോ പ്രോഗ്രാം വളരെ ആധികാരികമായ ഒരു ബൈബിൾ കോഴ്സ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ സംബന്ധിക്കാൻ ഇടയായാൽ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, ഈ ഗ്ലോറിയസ് ന്യൂറോ ടീമിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ പ്രത്യേകിച്ച് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഷിബുച്ചായനോടും പിന്നെ നമ്മൾ ആ ടീമിൽപ്പെട്ട എല്ലാവരും ഇതിനകത്ത് പ്രയത്നിച്ചവരാണ്. അവരോട് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ വെളിച്ചം, ഈ കോഴ്സിൽ കൂടി എനിക്ക് ലഭിച്ച ഈ വെളിച്ചം എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ തയ്യാറാണ്. അതിന് ഓപ്പർച്യൂണിറ്റി ദൈവം തരുമ്പോൾ തീർച്ചയായിട്ടും ഞാനിത് പറയുവാനും മറ്റുള്ളവരെ ഈ ഒരു പ്രകാശത്തിലേക്ക് ആനയിക്കുവാനും അതിയായ ആഗ്രഹമുണ്ട്. തുടർന്നും ഈ ഗ്ലോറിയസ്
ഗോസ്പലിന്റെ എല്ലാ പ്രോഗ്രാമിലും സംബന്ധിച്ച് മുൻപോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഉം, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത, അതായത് ഈ ടീം ഇങ്ങനെ ഒരു, കാരണം നിങ്ങൾ യാതൊരു പ്രതിഫലവും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സമയം, നിങ്ങളുടെ റിസോഴ്സസ് എല്ലാം ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നഷ്ടം ഓർക്കാതെ മറ്റുള്ളവരുടെ നന്മയെ കരുതി ഇപ്രകാരം ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. തുടർന്നും അനേകർക്ക് ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിപ്പാനായിട്ട് ദൈവം നിങ്ങളെ അതിയായി ബലപ്പെടുത്തുകയും ദൈവകരങ്ങളിൽ നിങ്ങളെ നല്ല ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും, എൻ്റെ സഹപാഠികൾക്കും അത് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എനിക്കിങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൽ 2 വാക്ക് പറയുവാനായിട്ടൊരു അവസരം തന്നതിനും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. താങ്ക് യു. താങ്ക് യു അച്ഛാ, താങ്ക് യു. സോണി ജോസഫ്, ഓക്കെ പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ഇത് വീഡിയോ തന്നെ കാണാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പാസ്റ്ററും അവിടെ നമ്മുടെ ഷിബു സാറും ലിനു പാസ്റ്ററും കൂടി ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു കേട്ടാ. തോമസ് ലീഗ കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ചേർന്ന ഒരു വീഡിയോ അത് മുതലാണ് കാണാൻ തുടങ്ങി. അതുപോലുള്ള എല്ലാ വീഡിയോസും ഞാൻ റെഗുലറായിട്ട് ഡെയിലി കണ്ടുകൊണ്ടിരുന്നു. ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് എനിക്കിപ്പോ 50 വയസ്സായി. എൻ്റെ 50 വയസ്സ് ജീവിതത്തിൽ എൻ്റെ സഭയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അതിന് മാത്രം വളരെ കൃത്യതയോടുകൂടി ഞാൻ സഭയിൽ പഠിച്ച എല്ലാ വേദപാഠങ്ങളിലും എനിക്ക് ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മാറ്റി വളരെ കൃത്യമായിട്ട് വളരെ നല്ല ഒരു കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ എന്നെ ഉറപ്പിക്കാൻ സാധിച്ചത് ഈ ഗ്ലോറിയസ് ഗോസ്പൽ എനിക്ക് ഒന്ന് കൂടാൻ പറ്റിയതിലാണ്. അതിലേറെ മാക്സിമം ഈ നെഹ്റോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ അതിലും വലിയൊരു അവസരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ നെഹ്റോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഞാൻ സിറോ മലബാറുകാരനാണ്. ഞങ്ങളുടെ ഒരു പള്ളിയിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വൈദികർ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ട് മറ്റേതെങ്കിലും ഒരു ലോക്കൽ സീരിയൽ കാണുന്ന ഒരു അവസ്ഥ മാത്രമേ എനിക്ക് അവർക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ അതിലും വലിയ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേർന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം ഞാൻ നിലനിൽക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ഗ്ലോറിയസ് ടീം അംഗങ്ങൾക്കും എക്സ്പെഷ്യലി നമ്മുടെ ഷിബു സാറിനും വളരെ നന്ദിയോടുകൂടി ഞാൻ കാണുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മണർകാട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റാതെ പോയി. എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു നേരിട്ട് ഇത്ര ആരാധ്യ പുരുഷനെ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള 2 ഇവന്റുകൾ. അതിലും നമുക്ക് ഒരു ഡെത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാതെ വന്നുകൊണ്ടാണ് ഞാൻ അവിടെ എത്താൻ പറ്റാതിരുന്നത്. ഞാൻ അതിൽ ഖേദിക്കുന്നു. ഇനി എന്തെങ്കിലും ഷിബു സാറിന് നേരിട്ട് കാണാൻ അവസരം വരുമ്പോൾ തീർച്ചയായും ഞാൻ അവിടെ വന്ന് നേരിട്ട് കാണുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റിയുള്ള കൺക്ലൂഷനിൽ പറയാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പുറകെ പറയുന്നതായിരിക്കും. താങ്ക് യു സോണി. അടുത്തത് സൂസമ്മ. ഗുഡ് ഈവനിങ്. വളരെ കൃത്യതയോടെ മാസങ്ങൾ പിന്നിട്ട ഗ്ലോറിയസ് നെഹ്റോ ക്ലാസ്സിലൂടെ ഫ്രം നോണിൽ നിന്നും അൺലോണിലേക്ക് ഒരു വഴിദൂരം സഞ്ചരിക്കുവാൻ വഴിതെളിച്ച് ഞങ്ങളെ നടത്തുവാൻ ഷിബു പീഡിയൽ നടത്തിയ ഈ വലിയ ശ്രമത്തിന് ഒത്തിരി നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഒപ്പം ദിനംതോറും പ്രക്ഷുബ്ധമായിരിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൈവകൃപയാൽ പാസ്റ്ററിന് ലഭിച്ച ഈ പരിജ്ഞാനം ആധികാരികമായി പ്രഘോഷിക്കുവാൻ പാസ്റ്ററിന് ത്രിയേക ദൈവം എല്ലാവിധ ശക്തിയും ബലവും നൽകണമേ എന്ന് ആശിക്കുകയാണ്. ഒപ്പം സാരഥിയായിരിക്കുന്ന സുജിത്ത് ബ്രദറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം അലക്സ് കുളനടയോടുള്ള സ്നേഹവും അറിയിക്കുന്നു. സഹയാത്രികരായ ഏവർക്കും നന്ദി. ഒരു കൊച്ചു മിന്നാമിനുങ്ങായി നമ്മുടെ ശേഷിക്കുന്ന ജീവിതയാത്ര പ്രകാശിച്ചുകൊണ്ട് നമുക്ക് നയിക്കുവാൻ ഈ ക്ലാസ് നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഒപ്പം സ്നേഹവും സ്നേഹാദരങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് കുര്യൻ ഈപ്പൻ.
എൻ്റെ നന്ദി അറിയിക്കട്ടെ. ശിവ് പാസ്റ്റർ, സുജിത്ത്, ഇച്ചിരി ഉറക്കെ പറയാമോ ബ്രിന്നജായം? അലക്സ് കുളനട എന്നിവരെ ഓരോരുത്തരെയും കേൾക്കാൻ സാധിക്കുന്നോ ഞാൻ പറയുന്നത്? സൗണ്ട് കുറവാണ്. ബട്ട് യു ക്യാൻ. ഞാൻ വേറെ ഒരു സ്ഥലത്താണ്, അതുകൊണ്ടാണ്. വീട്ടിലല്ല, പുറത്താണ് ഞാൻ. ഓക്കെ, ഗോ അഹെഡ്. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഒരു സജഷൻ പറഞ്ഞായിരുന്നു, സ്ട്രക്ചേർഡ് ആയിരിക്കുമ്പോൾ കൂടുതൽ നല്ലതായിരിക്കുമെന്ന്. ന്യൂറോ ക്ലാസ് എന്തുകൊണ്ടാണെങ്കിലും വളരെ സ്ട്രക്ചേർഡ് ആയിരുന്നു. അതിൻ്റെ ഓരോ പാർട്ടും നമുക്ക് സത്യത്തിലേക്കുള്ള ഒരു റെവലേഷൻ ആയിരുന്നു. അതാണ് അതിൻ്റെ പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ടീം എത്രമാത്രം ഇതിൻ്റെ പിൻപിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എത്രമാത്രം ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു കണ്ടിന്യൂറ്റിയും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടുത്തതിലേക്ക് പോകുമ്പോൾ ട്രിനിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള വരവിനെക്കുറിച്ചും അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും നാം എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടതെന്നും നമ്മുടെ ആരാധനകൾ നമ്മൾ നടത്തേണ്ടത് എങ്ങനെയാണെന്നും നമ്മുടെ കുർബാനയുടെ മഹത്വത്തെക്കുറിച്ചും നമ്മളൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് കിട്ടി. ഞാൻ വളരെയധികം വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും എനിക്ക് കിട്ടിയ ഈ റെവലേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ ഹവ് ഗോട്ട് ഏർലിയർ. ആ വ്യക്തത, അതായത് നമ്മളുടെ ഈസ്റ്റേൺ ക്രിസ്ത്യൻ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ച് ഉള്ള ഒരു ക്ലാരിറ്റി ഇത്രമാത്രം കൊണ്ടുവന്നതിന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രത്യേകിച്ച് ശിവ് പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് നടന്ന ആ മീറ്റിംഗ് വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. അവിടെയും കൂടുതൽ കാര്യങ്ങളും ഇൻറ്ററാക്ട് ചെയ്യാനും എല്ലാവരെയും ഒന്ന് കാണാനും ഒക്കെ സാധിച്ചതിന് ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. ഇനിയും കൂടുതൽ ശക്തിയായിട്ടും കൂടുതൽ ആൾക്കാരിലേക്കും നമുക്കിത് പകരുവാനായിട്ടുള്ള സാധ്യതകളും അതിന് വേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തുകയാണെങ്കിൽ അത് എന്നാൽ കഴിവതും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. എല്ലാ നന്മകളും എല്ലാ ദൈവകൃപയും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ഈ ന്യൂറോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരോടുമുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ, താങ്ക് യു. അടുത്തത് പോൾ. നമസ്കാരം എല്ലാവർക്കും. ഈ ഗ്ലോറിയസ് ന്യൂറോ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അടിസ്ഥാനപരമായ ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും ഒക്കെയും വളരെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ ഈ ക്ലാസ് മുഖാന്തരമായി. ഷിബു പാസ്റ്ററിനെ അഭിനന്ദിക്കുന്നു. ഈ ഗ്ലോറിയസ് ടീമിനെ ഹൃദയപൂർവമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഷിബു പാസ്റ്റർ ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലൈവൊക്കെയും പലർക്കും ഈ സത്യസുറിയാനി സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും അതിൻ്റെ ഡിഫറൻസിനെ കുറിച്ചും ഒക്കെയും ഗ്രഹിപ്പാൻ സഹായമായിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്നത് വലിയ ഒരു ദൗത്യമാണ്, ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ഞാനത് കാണുകയാണ്. മറ്റ് ഇപ്പോൾ സഭയിലൊക്കെയും ഉന്നത നേതൃത്വത്തിലിരിക്കുന്നവർ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു പ്രവർത്തനമാണ്. അതായത് വിവിധ സഭകളിലും സമൂഹത്തിലുമായിരിക്കുന്നവർക്ക് എന്താണ് ഈ കോൺഫ്ലിക്റ്റ്, ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഗ്രഹിപ്പാൻ അദ്ദേഹത്തിൻ്റെ ലൈവിലൂടെ സാധിക്കുന്നു. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഞാനൊരു പറഞ്ഞാൽ അത് അധികപ്പറ്റായി പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ അതിൻ്റേതായ ചെലവുകളും മറ്റ് ഇതൊക്കെയുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഭാഗവത്തായി തീരുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനെപ്പറ്റി അറിയിക്കേണ്ട സുജിതോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ടവരാരാന്ന് വെച്ചാൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും അതിൽ ഭാഗവത്താകുവാൻ
എനിക്ക് പൂർണ്ണ സന്തോഷമേ ഉള്ളൂ എന്ന് അറിയിക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. അടുത്തത് രാജീവ് ജോസ്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂറോ ക്ലാസ് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്റ്റോളജി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും, പ്രത്യേകിച്ച് ഈ നിമിഷം ഓർക്കേണ്ട ഒരു വ്യക്തിയാണ് കെ ഫ്രാൻസിസ് സാറ്. അതുപോലെ തന്നെ ഓരോ സെക്ഷനിലൂടെയും പ്രത്യേകിച്ച് ട്രിനിറ്റേറിയൻ കാഴ്ചപ്പാടുകൾ, ദൈവമാരാ, ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ദൈവമാരാ എന്നതിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആത്മീയത ഒരു മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാനും പേടിപ്പിക്കുവാനുമുള്ള ഉപാധിയായിട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യനെ യഥാർത്ഥ സ്വതന്ത്രത്തിലേക്ക് നയിക്കുവാനായിട്ട് എന്താണ് ക്രിസ്തു എന്നും എന്താണ് ട്രിനിറ്റേറിയൻ കാഴ്ചപ്പാട് എന്താണെന്നും എന്താണ് ദൈവസ്നേഹം എന്നും പൂർണ്ണമായിട്ട് ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. പ്രത്യേകിച്ച് ശിവപാസ്റ്റർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിച്ച പ്രത്യേകിച്ച് സുജിത്ത്, അതുപോലെ തന്നെ അലക്സച്ചാനൊക്കെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് 200 പേര് ഈ ക്ലാസ്സിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു വലിയ ബോധ്യവും ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ ദാർശനികതയുമായി ഈ ക്ലാസ് മാറി എന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ പ്രത്യേകമായിട്ട് എല്ലാ ടീം അംഗങ്ങളോടും പ്രത്യേകം എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബോണി. ദൈവത്തിന് സ്തുതി. എനിക്കിവിടെ 2 വാക്ക് പറയണമെന്ന് ആദ്യം എനിക്കൊരു മടിയുണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് വോണ്ട് സെർവ് ജസ്റ്റിസ് ടു മൈസെൽഫ്. സോ ഞാൻ ശിവചാന്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. ഐ ബിലീവ് ഇറ്റ് വാസ് ഇൻ 2018 during the second patriarchal visit of His Holiness Ignatius of Florence II. അന്ന് ശിവചാന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് ഇറ്റ് വാസ് സംതിങ് അബൌട്ട് സെന്റ് പീറ്റർ, ലൈക്ക് why he is the chief among the apostles. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ട് ആണ് എനിക്ക് ആദ്യം ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ലൈക്ക് പിന്നീടുള്ളത് it was an eye opener in every sense, because ചുറ്റുപാടും എല്ലാം പെന്തിക്കോസ്റ്റൽ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു, ഈവൻ ദോ ഐ വാസ് ഇൻ മൈ ചർച്ച്. ബട്ട് ദെൻ ചർച്ചിന് എന്തിനു പോകുന്നു, എന്തിനു വീഴുന്നു, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ശിവചാന്റെ വീഡിയോസ് കണ്ടു തുടങ്ങി. പിന്നീടുള്ള I also do my own research, because Shivichan, he encouraged us to do our own research, right? So angane one, it was a really a big eye opener. It expanded my world view. So I'm really thankful to Shiva Pastor, and I'm still learning, and I have a long way to go in my spiritual life. So thank you for everything, and I appreciate the Glorious Neuro team for making a platform to learn the concepts, especially the philosophical concepts. എല്ലാത്തിനും നന്ദി, സുജിത് ബ്രദറിനോട് നന്ദി. സോ താങ്ക് യു. താങ്ക് യു. അടുത്ത ഡേവിസ് ചിറ്റിലപ്പള്ളി. ഞാൻ പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച ആളാണ്. 63 വയസ്സുണ്ട് എനിക്കിപ്പോ. ഞാൻ പെന്തക്കോസ്റ്റ് ബൈബിൾ കോളേജിൽ നിന്ന് PhD ബിരുദമെടുത്ത് ഒരാളാണ്. ഇപ്പോ 20 വർഷമായിട്ട് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിലാണ്. പക്ഷേ ഇത്രയും കാലം പഠിച്ചതും മനസ്സിലാക്കിയതിനേക്കാൾ വളരെ ആഴത്തിൽ എനിക്ക് ഈ ക്ലാസ് മനസ്സിലാക്കുവാനും എന്റെ ജീവിതം പ്രായോഗികമാക്കാനും ദൈവസ്നേഹം എന്താണ് അതിന്റെ ആഴത്തിലേക്ക് എനിക്ക് ഇറങ്ങി പോകാൻ കഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്ലാസ് നയിച്ച സാറിനെയും മറ്റുള്ള എല്ലാ സംഘടനയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛാ. താങ്ക് യു. റെഫ്സൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം ഹാൻഡ് റൈസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഈ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു വളരെ മോശം ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടില്ല ഇത് പറഞ്ഞില്ലെങ്കിൽ. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്നതിലും കൂടുതൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പുറത്തുനിന്ന് ഒരിക്കലും ഇത് കിട്ടില്ല. പ്രത്യേകിച്ച് അച്ചായന്റെ ലൈവൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പൊ അതിൽ ദൈവസ്നേഹം മനസ്സിലാക്കുവാനും പിന്നെ അതുവഴി നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ പറ്റും. പിന്നെ മനസ്സ് കൂടുതൽ നമ്മളുടെ വൈഡാണ്. ഞാൻ പുറത്താണ്. അപ്പൊ നാട്ടിൽ വരുമ്പോൾ ധ്യാനത്തിനൊക്കെ പോകുന്ന ആളായിരുന്നു. പക്ഷെ അതില് ധ്യാനമൊക്കെ കൂടി വരുമ്പോൾ നമുക്കെപ്പോഴും മനസ്സ് ഒരു ചുരുങ്ങും. നമ്മളോട്
മനസ്സ് ചുരുങ്ങുന്ന ഒരു അവസരം. പക്ഷെ ഈ അച്ഛൻ്റെ ലൈവ് കാണുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സ് കൂടുതൽ വൈഡാകും, എല്ലാവരും സ്നേഹിക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. അപ്പോൾ അച്ഛനോട് വളരെ അധികം നന്ദി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുജിത് ബ്രദറിനോടും പിന്നെ അലക്സ് അച്ചായൻ എല്ലാവരോടും വളരെയധികം നന്ദി പറയുന്നു. ഓക്കെ താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും നന്ദി. താങ്ക് യു. അടുത്തത് ജോസ് കെ വർഗീസ്. ഓക്കെ, അപ്പോൾ എനിക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പോൾ ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടി എങ്ങനെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് ക്ലാസ് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. അത് മാത്രമല്ല, ഇത് ഞാനൊരു യാക്കോബക്കാരനാണ്. ഇത് അറിയാമെങ്കിലും പലതിലും നമുക്കൊരു കൃത്യമായിട്ടൊരു ഫൈനൽ ലാസ്റ്റ് വേർഡ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് ആർക്കും നമുക്കൊക്കെ കിട്ടാറുണ്ടായിട്ടില്ല. പക്ഷെ ഇതെനിക്ക് വളരെ, എനിക്കെന്നല്ല ഞാൻ എല്ലാവർക്കും വളരെ ഒരു ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. തൃത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടും ഫിലോസഫിക്കലായിട്ടും ഒക്കെ ഉള്ള ക്ലാസ്സുകൾ. പിന്നെ എനിക്കോ വളരെ നല്ല ഒരു ലാസ്റ്റ് എന്താ പറയാ മാക്സിമം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം നന്ദി. എല്ലാവരോടുള്ള നന്ദി, ടോട്ടൽ ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഞാൻ ഇനി ബാക്കിയുള്ള നിങ്ങളോട് തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അടുത്തത് KS മാത്യു. ഏക ദൈവത്തിന് സ്തുതി. ഗ്ലോറിയസ് നുഹ്റോ വളരെ അറിവ് പകർന്ന ഒരു ക്ലാസ് ആയിരുന്നു. സത്യസുറിയാനി സഭയുടെ പഠിപ്പിക്കൽ ഇത്രയും വിലയേറിയതാണ് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാ സംശയങ്ങളും ദൈവവചന അടിസ്ഥാനത്തിൽ ഷിബു പാസ്റ്റർ പറഞ്ഞു തന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഠിന അധ്വാനത്തിന്റെ ഫലമാണ് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഷിബു ചായനും ഗ്ലോറിയസ് നെഹ്റുയുടെ എല്ലാ ടീം അംഗങ്ങൾക്കും വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബ്ലസ്സി സിനോജ്. എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ്സിലേക്ക് ആദ്യം ജോയിൻ ചെയ്യണോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഈ ദൈവത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു ബോറിങ് എക്സ്പീരിയൻസ് ആവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം സൺഡേ സ്കൂളിലെയും അച്ഛന്മാരുടെ പ്രസംഗമൊക്കെ കേട്ട് ഇത് കുറെ ബൈബിൾ വേഴ്സസ് പഠിക്കണം, അല്ലെങ്കിൽ കുറെ തിരുമേനിമാരുടെ ചരിത്രം പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഒരു ടെൻഷനിലാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ക്ലാസ് തുടങ്ങി അതിന്റെ ഡയറക്ഷൻ പോയത് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലായിരുന്നു. അതായത് നാസയുടെ ഒരു കണ്ടുപിടുത്തം തുടങ്ങി നമ്മുടെ തിയോളജി അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, സയൻസ്, ഫിലോസഫി, ക്രിസ്റ്റോളജി, ഇങ്ങനെ പ്രോഗ്രസീവായിട്ട് നമ്മൾ എന്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ല ദൈവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തെ പഠിക്കുക, നമ്മുടെ അടുത്തുള്ളവരെ പഠിക്കുക എന്നുള്ള ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരുന്നു. അത് കൂടാതെ ഈ ക്ലാസ്സിൽ സാധാരണ ടീച്ചർ ചോദ്യം ചോദിക്കും, പിള്ളേർ ഉത്തരം പറയും. ആ ഒരു മെത്തേഡ് എൻറ്റയർലി ഡിഫറെന്റ്. ഇവിടെ കുട്ടികള് ചോദിക്കുക സാറിനോട് ചോദിക്കുക എന്നുള്ള രീതിയിൽ ഒരു വിഷയത്തെ പല ആംഗിളിൽ കാണാൻ അത് സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഓരോരുത്തരും ഗ്രഹിക്കുന്ന ഒരേ വിഷയം തന്നെ ഗ്രഹിക്കുന്ന പല രീതിയിലായിരിക്കും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ രീതിയിലെല്ലാം, അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ പല ആംഗിളിൽ കാണുമ്പോൾ അതിന്റെ ബ്യൂട്ടി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള പഠിപ്പിക്കലായിരുന്നു. അതിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പഠിക്കുന്നവർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാ നമ്മുടെ സ്കൂള് കോളേജ് കോഴ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊരു വിനോദയാത്രയോ എക്സ്കർഷനോ ഒക്കെ നടത്താറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരു കൊച്ചിന്റെ മുന്നിൽ ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡിസ്നി വേൾഡിലൊക്കെ കാണുന്ന ഒരവസ്ഥയായിരുന്നു.
അത്രയും നാളും ഈ ക്യാമറ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ കണ്ടിട്ടുള്ള മുഖങ്ങളെല്ലാം നേരിട്ട് ഫേസ് ടു ഫേസ്, സോ വി ക്യാൻ ടോക്ക് ഈച്ച് അതർ, അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വന്നപ്പോ ആ ഒരു കൊച്ചിന് ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അതുപോലെ ഒരു സന്തോഷമായിരുന്നു എല്ലാരെയും കോട്ടയത്ത് കണ്ടപ്പോൾ. ഫുള്ള് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും ആ കണ്ട സമയം ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. നല്ലൊരു സന്തോഷം തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു ആ മീറ്റപ്പ് വെച്ചിരുന്നത്. പിന്നെ ഈ ക്ലാസ് നടത്തിക്കൊണ്ട് പോവാൻ ടെക്നിക്കൽ ടീം, വലിയൊരു ടീമുണ്ട്, എന്നാലും എടുത്തു പറയാൻ സുജിത് ബ്രദറും അലക്സ് അച്ചാനും പ്രത്യേകം നന്ദി. പിന്നെ ഗ്ലോറിയസ് നുഹ്റോ എന്ന് പറയുന്നത് പ്രകാശം, അതാണ് പ്രകാശം നമുക്ക് കിട്ടിയാൽ നമ്മളത് പകർത്തണം, അതായിരുന്നു നമ്മുടെ ആ ക്ലാസിന്റെ തീം. അപ്പോ ആ ബൗൾ ഗായിക ശാന്തിപ്രിയ ഒരുപാട് പാട്ടുകൾ ആ ഇതിനകത്ത് പാടി. അപ്പൊ അതിനകത്ത് നമ്മുടെ ഒരു മലയാള കവിയുടെ ഒരു പാട്ടും കൂടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, എന്നാലും അതും കൂടെ ആഡ് ചെയ്യാവുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പം ഈ നുഹ്റോ എന്ന ഇതിന്റെ ഇതുകൊണ്ട് ഞാൻ ഒരു ഗുരുദക്ഷിണയായിട്ട് ഒരു 4 ലൈൻ കവിത ചൊല്ലി ഈ ഇത് അവസാനിപ്പിക്കാം. ഇത് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അദ്ദേഹത്തിന്റെ പ്രേമസംഗീതം, അത് ശിവജായൻ ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും ഈ റെവലേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നമ്മളത് എത്രത്തോളം സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ആ ഒരു ഇത്. അപ്പൊ ഈ ശിവജാന്റെ പഠിപ്പിച്ച ആ ആശയങ്ങളെല്ലാം തന്നെ ആ ഒരു കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടും. അപ്പോ ചെറിയ ഒരു 4 ലൈന് പാടിക്കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. വിളക്കു കൈവശമുള്ളവരിങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേലമൃതമയം. പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാ ഈശ്വര സൃഷ്ടിയിലങ്ങെങ്കിൽ ഇതരേതരയോഗം. പദാർത്ഥനിരതൻ പ്രകൃതിജ ഭാവം പരസ്പരാകർഷം, പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം, നമുക്കു നാമി പണിവതു നാഗം നരകവും അതുപോലെ. താങ്ക് യു എവരിവൺ. താങ്ക് യു. അടുത്ത ജിഷ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ഗോൾഡൻ ടൈം ഇൻ മൈ ലൈഫ്, ഐ വുഡ് സേ. ബിക്കോസ് 2017 മുതലാന്ന് തോന്നുന്നു ഞങ്ങൾ ശിവപാസ്റ്ററിന്റെ വീഡിയോസ് ഇവിടെ വീട്ടിൽ കേൾക്കാൻ തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഞാൻ കയറി വരുമ്പം ഇത് വീഡിയോ ചലിക്കുമ്പം ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, 24 മണിക്കൂറും ബന്ധുക്കൂസാരെ കുറ്റം പറയുന്നവരുടെ വീഡിയോ മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ എന്നായിരുന്നു എൻ്റെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അവിടെ നിന്നൊക്കെയും വീഡിയോ കേട്ട് എവിടേക്കോ ഞാനും ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ആൻഡ് ഇപ്പം ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൂടുതലായി പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം. സ്പെഷ്യലി ഫിലോസഫിയുടെ ക്ലാസ്സസ്, അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. ഒരിക്കലും ഫിലോസഫിയും ബൈബിളും തമ്മിൽ നമ്മളത്
അങ്ങനെ ഒരു പഠിത്തം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ റിയലി ഗുഡ് തിങ്. സോ എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക് യു മാത്രമാണ് പറയാനുള്ളത്. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ പല റിസോഴ്സസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും. ബട്ട് ടൈം ഇസ് സംതിങ് വിച്ച് നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ്. പക്ഷേ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ശിവ പാസ്റ്ററും ഈ ടീം, എൻറ്റയർ ടീം ആ ടൈം ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതിന് ഒത്തിരി 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 താങ്ക് യു. പിന്നെ ഇപ്പം നമ്മൾ കേട്ട പോലെ തന്നെ ഈ പകർന്നു കിട്ടിയിരിക്കുന്ന വെളിച്ചം ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയായിരിക്കും ഇനിയുള്ള ലൈഫിൽ മുന്നോട്ടുള്ള ആ ശ്രമം. ഇപ്പം ആ പേടി ഭയവും ഒക്കെ മാറി, മുമ്പേ ബാഹുബലിയുടെ കഥ പറഞ്ഞ പോലെ എന്ത് കേട്ടാലും ഞങ്ങൾ ഇതിലൊക്കെ മേളിലാന്നുള്ള ഒരു തോന്നല് കൃത്യമായി വന്നിട്ടുണ്ട്. അത് തന്നെ ലൈഫിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുന്നു. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തത് വർഗീസ് പോൾ. യെസ്, എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഈ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഫ്രീലി യു റിസീവ് ആൻഡ് ഫ്രീലി യു ഗീവ്. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്യമാണ്. അപ്പൊ ഞാന് സത്യം പറഞ്ഞ ഇങ്ങനെ പരിശോധിക്കായിരുന്നു, ശരിക്കും അങ്ങനെ ഉണ്ടോ? പക്ഷെ ഈ ലോകത്ത് സത്യം പറയുന്ന ഒന്നും ഫ്രീ ആയിട്ട് കിട്ടൂല എന്നാ പറയുന്നത്. ഒരു കാര്യവും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ ഞാൻ അവിടെയാണ് ഈ നമ്മുടെ നുഹ്റോ ക്ലാസ്സിൽ ശിവചായൻ ഫ്രീ ആയിട്ട് നമുക്ക്, അതും ശിവചായനെ സംബന്ധിച്ച് ശിവചായൻ എത്രയോ വർഷങ്ങൾ എത്രയോ പുസ്തകങ്ങളൊക്കെ വായിച്ച് പല ഇടങ്ങളിൽ നിന്ന് സമയം മെനക്കെടുത്തി ആർജിച്ചെടുത്ത അറിവാണ്. ആ അറിവാണ് നമ്മൾ ഇത്രയും പേരിലേക്ക് ശിവചായൻ വളരെ ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞ ബൈബിളിലെ ആ ഒരു വാക്യം ഇവിടെ നിവർത്തിയായി എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അതിലും വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാനും ഒരു 2018 തൊട്ട് ശിവചായന്റെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ പലപ്പോഴും അതിൽ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നിയത് നമ്മുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ, ശരിയാണല്ലോ, ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നല്ലോ, എനിക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ, ഈ കാര്യമാണല്ലോ ഈ അച്ചായൻ പറയുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയപ്പോ ഒത്തിരി തെറ്റിദ്ധാരണകള്, കാരണം എപ്പോഴും മനസ്സിൽ ആ ഒരു ഇതായിരുന്നു, അത് ഈ മതം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു മതിൽക്കെട്ടായിരുന്നു, ഒരു ഫ്രെയിം വർക്ക് ആയിരുന്നു. ഇതിന്റെ അപ്പുറത്ത് എന്തൊക്കെയോ തെറ്റും എന്തൊക്കെയോ പെശകാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിംഗ് മൈൻഡിലാണ് നമ്മൾ നിന്നിരുന്നത്, പലതിനെ കാണാനും സ്വീകരിക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ അത് ഒത്തിരി മാറിക്കിട്ടി. ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു 100% മാറി എന്ന് പറയുന്ന ഒരു ഓവർ സ്റ്റേറ്റ്മെന്റ് ആവും. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു 90%. കാരണം ഞാൻ ഇപ്പോഴും എനിക്ക് അവസരം കിട്ടുമ്പോൾ ശിവചായനോട് ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് ഞാൻ തുറന്നങ്ങ് ചോദിക്കുന്നത്. നമ്മൾ ഈ പറയത്തില്ല, മറ്റേ ഈ ഡാം പൊട്ടിച്ച് വെള്ളം വിടുക എന്ന് പറയുന്ന പോലെ ചോദ്യങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിനൊക്കെ ആ തരുന്ന മറുപടികൾ വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു മതിൽക്കെട്ടില്ലാത്ത ഒരു ചിന്താഗതി, ഡീപ്പായിട്ട് ഡിവിനിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക, പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഗോഡ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സെഷനിൽ, ഈ ഒരു ക്ലാസ്സിൽ ഫിലോസഫിയെ കുറിച്ച് ഫ്രാൻസിസ് സാറിനെ കൊണ്ടുവന്ന് എടുത്ത ക്ലാസ് അതിമനോഹരമായിരുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് ക്രിസ്ത്യാനിറ്റിയും ഫിലോസഫിയും തമ്മിലുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് നേരത്തെ ഒരിക്കൽ ഒരു അവസരം കിട്ടിയപ്പോഴും ഞാൻ അതാ ചോദിച്ചത്, നമ്മുടെ ഈ സഭയിലെ സഭാപിതാക്കന്മാരും ഈ തിയോളജി പഠിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ കോളേജും ബൈബിൾ സെമിനാരിയിലും ഒക്കെ പഠിക്കുന്നവർ ഇത് പഠിക്കുന്നില്ലേ എന്ന് പോലും എനിക്കൊരു സംശയം തോന്നിപ്പോയി. അപ്പൊ അത്രയും നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ് സഹായിച്ചു. അതിന് ശിവചായനോട് വളരെയധികം നന്ദി. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടും ആ നേടിയെടുത്ത അറിവുകൾ പങ്കുവെക്കാൻ ആ കാണിച്ച മനസ്സിന് വളരെയധികം നന്ദി പറയുന്നു, പ്രണാമം കൽപ്പിക്കുന്നു. പിന്നെ ഈ ടീമിലെ എല്ലാ മെമ്പേഴ്സും, പ്രത്യേകിച്ച് ഇത് സൂം പ്ലാറ്റ്ഫോമിൽ ക്ലാസ് ഈ രൂപേണ ക്രമീകരിക്കാൻ സുജിത് ബ്രദറും അതുപോലെ എൻറ്റയർ ടീം, അവരോടുള്ള നന്ദിയും പറയുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഫാമിലി, ഈ ഒരു കമ്മ്യൂണിറ്റി ഇത് കീപ്പപ്പ് ചെയ്യണം. കാരണം ഇനിയിപ്പോ നമുക്ക് പേടിക്കാൻ ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ,
നമ്മളെ കഴിയുന്ന അത്രയും സ്നേഹം അങ്ങ് പകരുക, അത്രേ ഉള്ളൂ. ഇവിടെ ആർക്കും ആരുടെയും ഒരു സ്വത്തും വേണ്ട, മുതലും വേണ്ട. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും എന്തെങ്കിലും ശുഭചായൻ എടുത്തുകൊണ്ടുപോകാൻ വേണ്ടോ? ഇല്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ടുപോകാൻ പോകണ്ടോ? ഇല്ല. പിന്നെ നമുക്കാകെ ചെയ്യാന്ന് തന്നെ സന്തോഷത്തോടെ ജീവിക്കുക, സന്തോഷിക്കുക, സ്നേഹം പകരുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് വളരെ സന്തോഷമായി പോയി. വളരെ നന്ദി. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആൻഡ് ലെറ്റ്സ് ഓൾ സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു. താങ്ക് യു. ജോർജ് മാർക്കസ്. നമസ്കാരം എല്ലാവർക്കും. ആദ്യമായിട്ട് ഷിബു പാസ്റ്ററിനോടുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ KM ഫ്രാൻസിസ് സാറിനോടുള്ള നന്ദിയും മൂലയിൽ അച്ഛനോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാവരും പറയുമ്പോൾ ഷിബു പാസ്റ്റർ ഇത്രയൊക്കെ ചെയ്തു, ഭയങ്കര ഇത് വലിയ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച 2 പേരുണ്ട്. അവരെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. സുജിത്ത് പ്രത്യേകിച്ച് ക്ലാസ്സിന്റെ എല്ലാ ആഴ്ചയിലും നമുക്ക് വേണ്ടിയിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത് ഒച്ചയും ബഹളമൊക്കെ വരുമ്പോൾ എല്ലാവരോടും അതൊക്കെ നിർത്തണമെന്ന് പറയുന്ന അലക്സ ചായനും സുജിത്തിനും നന്ദി അറിയിക്കുന്നു. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്, സാധാരണഗതിയിൽ നമ്മളെല്ലാം കേൾക്കുന്ന ഒരു ടിപ്പിക്കൽ പ്രസംഗങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഈ ഷിബാസിന്റെ ക്ലാസ്സിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകും. നമ്മളിപ്പോൾ വിചാരിച്ചിരുന്ന ദൈവം എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തിരുന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ നോക്കി, ഈ ബാത്റൂമിൽ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ബാത്റൂമിൽ പൈസ കൊടുത്തിട്ട് മൂത്രം ഒഴിക്കാൻ കയറി പോകുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവൻ എന്നാ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കുന്ന ഒരു തരം ദൈവത്തെ ആയിരുന്നു നമ്മൾ ടിപ്പിക്കലായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ഉള്ളിലാണെന്നുള്ള ഒരു കാര്യം ഈ ക്ലാസ്സിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റൊന്ന്, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി പാട്ടുകൾ എല്ലാവരും പാടുന്ന കൂട്ടത്തിൽ വളരെ എൻ്റെ സഭയുടെ പാട്ട് എന്നുള്ള രീതിയിലൊക്കെ എല്ലാ പാട്ടുകളും വളരെ ആവേശത്തോടു കൂടിയൊക്കെ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാവരുടെയും കൂടെ. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ ലൈവുകളും ക്ലാസ്സുകളും കേട്ടതിന് ശേഷമാണ് ഈ പാട്ടിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്താണ് അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ ക്ലാസ്സിലും അദ്ദേഹത്തിന്റെ ലൈവിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും ക്രിസ്തു എന്താണോ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അത് 2000 കൊല്ലം കൊണ്ട് നമ്മൾ വികൃതമാക്കിയതിനെ അദ്ദേഹം അതിലേക്കൊരു തിരിച്ചു കൊണ്ടുപോക്കാണ് ഈ ക്ലാസ്സിലൂടെയും അദ്ദേഹത്തിന്റെ ലൈവിലൂടെയും കേട്ടതെന്നാണ് എനിക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, എല്ലാവരും ഒക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഇരുന്ന് ഷിബു പീഡിയക്കിൽ കൾട്ട് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഷിബു പീഡിയക്കിൽ തെറ്റു പഠിപ്പിക്കുന്നു എന്നൊരു സംവാദം പല മേഖലകളിലും നടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിൽ പെട്ടവര് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവരോട് ചോദിക്കുക, എന്താണ് അദ്ദേഹം പഠിപ്പിച്ച തെറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റായി പറഞ്ഞ വീഡിയോകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ച്, വെറുതെ നമ്മളെല്ലാവരും ഈ 33 ക്ലാസ് ഇരുന്ന് ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹം എവിടെയാണ് തെറ്റ് പഠിപ്പിച്ചതെന്നുള്ള കാര്യം നമ്മൾക്കറിയാതിരിക്കുമല്ലോ. അപ്പൊ എല്ലാവരും അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുക. അതങ്ങനെയല്ല, ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സത്യസുവിശേഷം പഠിപ്പിക്കുന്നത് എന്ന് പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഇതിന് ചെലവുണ്ട്, ഇത് ഒന്നും ഫ്രീ അല്ല. നമ്മളിപ്പോ പുറത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം, ഒരു പാർക്കിൽ ചുമ്മാ പോയി കാറ്റ് കൊള്ളാൻ പോണെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്തേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനുള്ള ചെലവുകൾ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് സുജിത്ത് അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ അതിൽ ഭാഗവാക്കാകാൻ താല്പര്യപ്പെടുന്ന ആളാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു. എൽദോ KE കീരിക്കാട്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനൊരു സമയത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിട്ടും പല പുസ്തകങ്ങളിൽ നിന്നും യഹോവയെ പറ്റിയുള്ള ഒരു ഡൗട്ട് എന്നെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ഒരു സമുദായത്തിന്റെ ദൈവം മാത്രമല്ലേ, അതെങ്ങനെ യൂണിവേഴ്സൽ ഗോഡ് ആവും എന്നതിൽ തട്ടി വിശ്വാസത്തിന് വരെ ചാഞ്ചിലും നിൽക്കുന്ന സമയത്താണ് ഷിബുച്ചാന്റെ പല വീഡിയോസും നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, പിതാവ് എന്ന് പറയുന്ന യഹോവയല്ല, അത് അത്യുന്നതനായ ദൈവമാണ് എന്നൊക്കെ മനസ്സിലാക്കി കിട്ടിയത് ഷിബുച്ചാന്റെ ആ വീഡിയോകളിലൂടെ. അത് വളരെ വെളിച്ചം, ഒരു തുറന്ന വെളിച്ചം നമുക്ക് തന്നു. അത് അവിടെ നിന്നാണ് പിന്നെ നമുക്ക് പുതിയതായിട്ട് പല വീഡിയോസ് കാണാനും
അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹത്തിന്റെ ഒരു നല്ലൊരു കുളിർമ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അപ്പൊ അതിന് ശിവച്ചായനും ഈ ടീം അംഗങ്ങൾക്കും ജിജിയുടെ എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സഭാപിതാക്കന്മാര് എത്ര ആഴത്തിലാണ് ആ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ അനുഭവിക്കാൻ ഒത്തിരി പണ്ടത്തെക്കാളും നന്നായിട്ട് ആരാധനയുടെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ആത്മീയതയും നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഈ ജിജിയുടെ വീഡിയോസും ശിവച്ചായന്റെ വീഡിയോസും കണ്ടപ്പോഴാണ് നമുക്ക് ആ ദൈവ സ്നേഹത്തെ പറ്റി അത്രയും ഒരു വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദൈവസ്നേഹം, നമ്മളിലേക്ക് പറഞ്ഞ സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, സുഹിത്ത് ജേക്കബും റസിച്ചായൻ, ബാക്കി എല്ലാ ജിജിയുടെ എല്ലാവരും ഒത്തിരി സമയം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും കിട്ടാതെ തന്നെ ഒത്തിരി സമയം, അതും നല്ല ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി വർണ്ണിക്കാൻ ഒരു തുറന്ന സമീപനം, എല്ലാവരിലും പ്രകൃതിയെയും മനുഷ്യരെയും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു ചിന്ത ഉണർത്തിവിടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നന്ദിയോടെ പറഞ്ഞില്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു കുറവായി പോകും തോന്നിയതിനാണ് ഞാൻ ഈ നന്ദി പറയുന്നത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിർത്തുന്നു. താങ്ക് യു. അമ്മിണി മാത്യു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞാല് ആദ്യമായിട്ട് ഞാൻ ഷിബു ഫാസ്റ്ററിനെ ആദ്യമായിട്ട് ലൈവിൽ കാണുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഒരു 5-6 വർഷം മുമ്പാണത്. ഇത് കേട്ടപ്പോഴും എനിക്ക് തോന്നി, അയ്യോ ഇത് നല്ലൊരു പ്രസംഗമാണല്ലോ. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഫാസ്റ്ററിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനും ലൈവ് കാണാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ ഗ്ലോറിയസ് സോഫിയ, അത് മുതൽ 5-6 ക്ലാസ്സുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിൽ ഞാൻ ഒത്തിരി സന്തുഷ്ടയാണ്. അതുപോലെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും പാസ്റ്ററിനെ അറിയാം. ആ പാസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്, എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ബൈബിളിനെ കുറിച്ചാണ് എന്ത് ചോദിച്ചാലും പാസ്റ്ററിന് എല്ലാം അറിയാം അതിൻ്റെ ആൻസർ. ഞാൻ വിചാരിക്കും ഈ ചെറിയ തലയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലാസ്സിൽ 6 മാസത്തെ ഗ്രീക്ക് ക്ലാസ് എടുക്കാൻ ഭാഗ്യം എനിക്ക് പാസ്റ്റർ അറേഞ്ച് ചെയ്തു. അങ്ങനെ അഭിലാഷ് ബ്രദർ 6 മാസം ഗ്രീക്കിന്റെ ബേസിക് പഠിപ്പിച്ചു. അതിലും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതുപോലെ പള്ളിയിലെ കുർബാനയ്ക്ക് പോകുമ്പോഴത്തേലും അതിൻ്റെ പാട്ടുകളെല്ലാം പാടുമ്പോൾ എനിക്ക് അർത്ഥങ്ങളൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിർമ്മല സോനുവിനെ അയച്ചോനാം, ഇതൊക്കെ 4-5 വർഷം മുമ്പേ പാസ്റ്റർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പള്ളിയിലിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ പാസ്റ്ററിന്റെ കാര്യം ഓർക്കും, ദൈവമേ ഇതിന്റെ അർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കി തന്ന ശിവ പാസ്റ്റർ ആണല്ലോ. അതിന് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പാസ്റ്ററിനോട്. അതുപോലെ ബൈബിള് വായിക്കുമ്പോഴാണെങ്കിലും പല കാര്യങ്ങളും എനിക്ക് ശിവ പാസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും. അതെല്ലാം ദൈവത്തിന്റെ ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നു, ഒരനുഗ്രഹമായിട്ട് ഞാൻ എടുക്കുന്നു. ഒരു പ്രതിഫലവും കൂടാതെ മറ്റുള്ള ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ജോർജ് മർക്കോസും അല്ലെങ്കിൽ പോളും ഒക്കെ പറഞ്ഞ പോലെ ഒരു പ്രതിഫലവും എടുക്കാതെ ഇത്രയും വർഷങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ആ സന്മനസ്സും ഒക്കെ ശിവപാസ്റ്ററിനുള്ളതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ബെർഗൻഫീൽഡ് പള്ളിയിൽ, ഞങ്ങളുടെ പള്ളിയിൽ 8 നോമ്പിന് 4 ദിവസത്തെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് പാസ്റ്റർ 4 ദിവസത്തിന് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാളസിൽ സെന്റ് തോമസ് യുണൈറ്റഡ് ചർച്ചിൽ 1 ദിവസം പ്രസംഗിക്കാം. അത് സുജിത്തും ഉണ്ടായിരുന്നു. അതിനെല്ലാം എനിക്ക് ഭാഗ്യം കിട്ടി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുപോലെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പേർക്ക് പറയാനുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പാസ്റ്റർ എൻ്റെ ക്ലാസ് എല്ലാവർക്കും വളരെ പ്രയോജനകരമാണ്. ഇനിയുള്ള ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഞാൻ മറ്റുള്ളവരോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, പാസ്റ്ററിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വളരെ ഗുണകരമാണെന്നുള്ള കാര്യം. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു, അതിലുള്ള ക്ലാസ്സിലുള്ളവരോടും നന്ദി പറയുന്നു. ഇതിന് വേണ്ടിയിട്ട് ശിവപാസ്റ്ററിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സുജിത്ത് ബ്രദറിനോടും ബിന്നി പി ജോണിനോടും എല്ലാവരോടും ഉള്ള നന്ദി പ്രകടിപ്പിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. സജു.
സജു ചാണ്ടി. എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ്സിൽ അംഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് വളരെയേറെ പ്രയോജനകരമായിരുന്നു. കാലങ്ങളായി ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുവാൻ സാധിച്ചു. ഇതിലൂടെ കുർബാനകൾ കൂടുതലായി മനസ്സിലാക്കുന്നതിനും കൂടുതൽ എൻജോയ് ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആർക്കും എന്തും വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതിൽ നിന്ന് വിപരീതമായി യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ വിലയേറിയ സമയം ഈ ക്ലാസ്സിന് വേണ്ടി ചിലവഴിക്കുന്ന ഷുവിപ്പീഡിയക്കൽ പാസ്റ്ററിനും ഗ്ലോറിയസ് ഗോസ്പലിനും വളരെയേറെ നന്ദിയുണ്ട്. ഒരു വാക്യം ഞാനിപ്പോൾ ഓർക്കുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ അത്ര വയ്ക്കേണ്ടത് എന്നൊരു വാക്യമുണ്ട്. ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് ഈ ക്ലാസ്. ഈ വിളക്ക് ഇനിയും അനേകർക്കും പ്രകാശം പകരട്ടെ എന്ന് ആശംസിക്കുന്നു. I wish you all the best to Shivu Pastor and the Glorious Gospel team who work behind this. Thank you. Thank you. Jillat Panikar. Good morning to everybody. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഗ്ലോറിയസ് ഗോസ്പലുമായിട്ടുള്ള ഇടപെടാനും വീഡിയോസ് കാണാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഷിബു പാസ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്ചർ, അതിനെപ്പറ്റി അത് അങ്ങനെ ചെയ്യാനുള്ള കഴിവും ഷിബു പാസ്റ്ററിൻ്റെ ഓർമ്മശക്തിയും ഒക്കെ ഉള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ യഹോവയെ പറ്റി പഠിക്കാനും ദൈവസ്നേഹത്തെ പറ്റി പഠിക്കുവാനും അത് കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യഹോവയുടെ വിഷയം ഞാൻ എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുമായിട്ട് ചിലപ്പോഴൊക്കെ സംസാരിക്കാനും ഒക്കെ ഇടയാകുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചില മൽപ്പിടുത്തത്തിൽ നടക്കുകയാണ് ഇപ്പം. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലെറ്റ് ദിസ് ഗ്ലോറിയസ് ഗോസ്പൽ ബി അൺസ്റ്റോപ്പബിൾ. പിന്നെ ഷിബു പാസ്റ്ററിനും സുജിത്തിനും അലക്സിനും ഇതിൻ്റെ എൻ്റെ സ്റ്റാഫിനും വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബിജി മാത്യു. ഈ ക്ലാസ് തുടങ്ങി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴായി ക്ലാസ്സിൽ കയറുന്നേ. ഈ ക്ലാസ്സിലേക്ക് ഓരോ വ്യക്തികളെയും കൊണ്ടുവരാൻ വേണ്ടി എടുക്കുന്ന ഒരു ആത്മാർത്ഥതയും ആ ഒരു സ്നേഹവും ഗ്ലോറിയസ് ഗോസ്പലിനോട് എത്ര, പ്രത്യേകിച്ച് അലക്സ് ചായൻ, സുജിത്ത് ഒക്കെ എത്ര ആത്മാർത്ഥതയോടെയാണ് ഓരോ വ്യക്തികളിലേക്കും ഈ യഥാർത്ഥമായ ഈ സത്യ സുവിശേഷം എത്തിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതെന്ന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇത് തീരണ്ടായിരുന്നു എന്ന് തോന്നും, പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി എന്ന് തോന്നും. അത്രമാത്രം ആ ഒരു ദൈവസ്നേഹത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എത്ര അറിവിന്റെ ഉന്നതത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും എത്ര ചെറിയവരെ ഉൾക്കൊള്ളാൻ പാകത്തിന് എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു നിസ്സാരമായിട്ട് ഒരു നെറ്റ്വർക്ക് കംപ്ലൈന്റ് വന്നാൽ പോലെ എനിക്ക് എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു. എത്ര സമയം എടുത്തും എന്തോരു സമയം കളഞ്ഞിട്ടാണെങ്കിലും എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് ശരിയാക്കി തന്ന് ഓരോരുത്തരിലേക്കും കറക്റ്റായിട്ട് ക്ലാസ്സുകൾ അയച്ചൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോ പിന്നെ ശരിക്കും ഒരു യഥാർത്ഥമായ സുവിശേഷം കേൾക്കുകയായിരുന്നു. ആ ദൈവസ്നേഹത്തിലേക്ക് ആ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒന്നായിരിക്കുന്നത് പോലെ നാമും അവനോടുകൂടി ഒന്നായി തീരുവാൻ തക്കവണ്ണം തന്നെ ആ പരിശുദ്ധ സഭയെയും അതിലുള്ള അടിത്തറ പാകിയ വിശ്വാസത്തിലേക്ക് നയിക്കുകയായിരുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്, ഇനി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഓരോ ഇടവകകളെയും കേന്ദ്രീകരിച്ച്, ഇപ്പൊ ബ്രദർ പറഞ്ഞ പോലെ വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേൽ വെക്കണം എന്ന് പറഞ്ഞ പോലെ അത് ശരിക്കും പരിശുദ്ധ സഭയിലേക്ക് ഇറങ്ങി വന്ന പിതാക്കന്മാരെ കുറിച്ചൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല. ഇനി മുതിർന്നവരെ
മേലധ്യക്ഷന്മാരെയൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. പക്ഷെ കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ പാകത്തിന് ഏതെങ്കിലും ഒരു വിധത്തില് എല്ലാ കുഞ്ഞുങ്ങളിലേക്കും അവര് വളർന്ന് ഇപ്പൊ ഉള്ള രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധി ഉള്ള കുഞ്ഞുങ്ങളാണല്ലോ ഇപ്പോ. അവരെ എന്താണോ പഠിപ്പിക്കുന്നത്, ലോകം എന്താണോ അവർക്ക് കൊടുക്കുന്നത്, അത് സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ ലോകത്തിൽ നിന്ന് അവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ പാകത്തിന് ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല ഇവിടുന്ന്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കുറച്ചെങ്കിലും ഗ്ലോറിയസ് ഗോസ്പൽ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഷുബിച്ചായനോട് പ്രത്യേകിച്ച് ഒരു അപേക്ഷ അങ്ങനെ വെക്കുക. നമ്മുടെ സൺഡേ സ്കൂളിൽ നിന്ന് മാത്രമല്ല, ഏത് സഭയായിക്കോട്ടെ സമുദായം ആയിക്കോട്ടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു സ്നേഹത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തരായിട്ടുള്ളവരാ ഗ്ലോറിയസ് ഗോസ്പൽ ഗ്രൂപ്പ് തന്നെ. അപ്പോ അങ്ങനെ ആ ഒരു അപേക്ഷ ഞാൻ വെക്കുകയാണ്. എനിക്ക് ഒത്തിരി അറിവും ഒത്തിരി പാണ്ഡിത്യമൊന്നും അങ്ങനെ ഇല്ലെങ്കിലും, പക്ഷെ ആ ദൈവസ്നേഹത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത ജനങ്ങളിലേക്ക് പകരുവാനുള്ള നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു സ്നേഹവും അത് അടുത്ത തലമുറയിലേക്ക് പകരുവാൻ, കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ ഉപയോഗിക്കണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിർത്തുക. താങ്ക് യു. വർക്കി KJ. പ്രിയ ബഹുമാനപ്പെട്ട ഷിബിച്ചായനും ഏറ്റവും പ്രിയപ്പെട്ട സുജിതനും ബഹുമാനായ അലക്സ് ചായനും എന്നോടൊപ്പം ഈ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന എൻ്റെ സഹപഠിതാക്കൾക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട്, നാളെ ഒക്ടോബർ 5 അന്തർദേശീയ അധ്യാപക ദിനമാണ്. ആ അധ്യാപക ദിനത്തിൽ എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഇവിടെ പറയാതിരിക്കാൻ സമ്മതിക്കുന്നില്ല സുജിത്ത്, കാരണം തിക്കുമുട്ടുകായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ് ഹാൻഡ് റൈസ് ചെയ്തത്. കാരണം പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയില്ല, എന്താ പറയേണ്ടതെന്നൊന്ന് ഓർത്തെടുക്കായിരുന്നു ഈ നേരം കൊണ്ട്. 38 വർഷം അധ്യാപകനായിട്ട് ഇരുന്ന ആളാണ് ഞാൻ. അധ്യാപകരുടെ അധ്യാപകനായിരുന്നു. ഈ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം ലാസ്റ്റ് ക്ലാസ് പോകുമ്പോൾ നന്ദി പറയാണ്ട് പോവുകയാണെങ്കിൽ ഒരു ഗുരുവിനുണ്ടാകുന്ന സങ്കടം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ നന്ദി പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു ഗുരുവിനുണ്ടാകുന്ന അതിയായ സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഇന്ന് ഈ കേരളത്തിലെ പല ITകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത്, ശിഷ്യൻ സജ്ജനാകുമ്പോൾ ഗുരു പ്രത്യക്ഷനാകും, ശിഷ്യൻ പൂർണ്ണ സജ്ജനാകുമ്പോൾ ഗുരു അപ്രത്യക്ഷനാകും. സ്ക്രീനിൽ ഷിബിച്ചായനെ കാണാനില്ല, അപ്രത്യക്ഷനായിട്ട് നിൽക്കുകയാണ്. ശിഷ്യന്മാരെ മുഴുവൻ സജ്ജരാക്കിക്കൊണ്ട് വളരെ സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് വന്ന് നേരിട്ട് വന്ന് നിങ്ങളോടെല്ലാം വന്ദനം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഈ ക്ലാസ്സിൽ ചേരുന്നതിന് മുമ്പ് തന്നെ പൗരസ്ത്യ ദൈവശാസ്ത്രത്തെ പറ്റിയിട്ട് ഒരു 2.5 കൊല്ലത്തെ പഠനം നടത്താൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നു. എന്നോടൊപ്പം എൻ്റെ സഹോദരനും എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും ഈ ക്ലാസ്സിലുണ്ട്. ഓരോ ക്ലാസ്സിലും ചെലവഴിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി സമയമാണ് ഞങ്ങൾ ചർച്ചയ്ക്കും അത് എഴുതാനും ആയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുജിതിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ക്ലാസ്സിലും. ഈ സ്റ്റേജിൽ നടൻ അഭിനയിക്കുമ്പോഴും സംവിധായകനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇപ്പോ ഇത് സംവിധാനം ചെയ്ത ആ സുജിത് എല്ലാ സമയത്തും സുജിത് ബ്രദർ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണ് ഇത് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളത്. അലക്സാനും മോശമല്ല കേട്ടോ, അലക്സാനും ഒരു കട്ട് മാസ്റ്റർ സ്റ്റൈലിലുണ്ട്. എല്ലാവരെയും നന്ദിപൂർവ്വം ഹൃദയത്തിൽ ഓർത്ത് വെക്കുകയാണ്. അപ്പോൾ അറിവ് നേടാനായിട്ട് ഞങ്ങളൊക്കെ പഠിച്ച ഒരു കാര്യം, അറിവ് നേടാനായിട്ട് ഒരു പരിധിയൊന്നുമില്ല ഒന്നിനും. ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് പോലും അറിവ് നേടാൻ സാധിക്കും. ഇന്നത് വായിക്കരുത്, കേൾക്കരുത്, കാണരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് എല്ലാം കാണാം, എല്ലാം കേൾക്കാം, എല്ലാം വായിക്കാം, അതിൽ നിന്ന് വിവേകപൂർവ്വം ചിന്തിച്ച് പതിര് കളഞ്ഞ്
നല്ലത് നല്ല നെല്ല് ശേഖരിച്ചെടുക്കുക, നല്ല വിത്ത് ശേഖരിച്ചെടുക്കുക എന്ന് പറഞ്ഞതുപോലെ. ഏതായാലും ഈ ക്ലാസ്സിൽ നിന്ന് ഒത്തിരി 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 നേടിയിട്ടുണ്ട്. അത് മനസ്സിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. അപ്പോൾ അളവുകളില്ലാത്ത സ്നേഹവും അറിവും തദ്വാര അത് നൽകുന്ന ഒരു വെളിച്ചവും ആണ് നമ്മളിലേക്ക് ഈ ക്ലാസ്സുകളിലൂടെ എത്തിക്കൊണ്ടിരുന്നത്. വെളിച്ചമാകാനും വെളിച്ചമേകാനും നിമിത്തമാകാൻ ഒരു കാരണം വേണം. അതാണ് ഈ ക്ലാസ്സുകളിലൂടെ നേടിയത്. ക്രിസ്തുവിനോടാണ് നമുക്ക് ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നന്നായിട്ട് നിർവഹിക്കാനായിട്ട് ഇന്നിപ്പോൾ ഉള്ള ഒരു ധൈര്യം എന്താണെന്നറിയോ? ലോകത്തിന്റെ എല്ലാ മൂലയിലും എനിക്ക് ആരോഗ്യവും ഉണ്ട്, ഞങ്ങൾക്ക് ആരോഗ്യവും ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ്. കാരണം ഏത് കാര്യവും എന്തൊരു പ്രതിസന്ധിയും സ്വയം നമുക്ക് നമ്മുടെ സഹോദരനോട് പറയുന്നത് പോലെ പറയാൻ കഴിയുന്ന ഒരു ബന്ധമാണ് ഇതിനകത്തുള്ളത്. ആ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പ് നമ്മളിലൂടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതേപോലെ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞ എല്ലാവർക്കും, അതേപോലെ തന്നെ ആരോടൊക്കെയാണ് ഇനി നന്ദി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എല്ലാവരിലോടും ഒറ്റ വാക്കി നന്ദി പറയുന്നു. വാക്കിനോ വിലപ്പിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ എന്തോതും ഞാൻ എന്നാണ് കവി പറഞ്ഞത്. ഇവിടെ ഓർക്കുക വല്ലപ്പോഴും എന്നല്ല പറയുന്നത്, ഓർക്കുക എപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഷിബുച്ചായനും സുജിത്തിനും അലസ്റ്റായനും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. വർഗീസ് കിഴിക്കല്ലിൽ. നമസ്കാരം. ഈ ക്ലാസ് 36 ആഴ്ച കടന്നുപോയെന്ന് കേട്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നത്. തുടങ്ങിയ കാലത്ത് ഞാൻ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ശനിയാഴ്ച ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയൊരു സന്ദേഹം എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് കഴിഞ്ഞു പോയി എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. ഇതിൻ്റെയൊക്കെയും പിന്നിൽ ഒരു ദൈവ നടത്തിപ്പുണ്ടായിരുന്നു. ഈ നുഹ്റോ ക്ലാസ്സിൽ പങ്കെടുക്കാനും ഇത്രയും നല്ലൊരു ക്ലാസ് ജീവിതത്തിലെ ഏറ്റവും ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു സന്ദർഭമായിട്ടാണ് ഈ ഷോർട്ട് പീരീഡിനെ എനിക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് എല്ലാ ഏരിയാസും പുതിയ അറിവുകൾ പകർന്നു തന്നുവെങ്കിലും പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ട്രിനിറ്റി, അതുപോലെ തന്നെ യഹോവ വിഷയം നമ്മൾ പഠിച്ചത്. ചെറുപ്പം തൊട്ടേ ഈ ബൈബിള് വായിക്കുമ്പോഴെല്ലാം ഈ രണ്ട് ഈ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് വായിക്കാൻ ഇതുവരെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. ആരോടെ ചോദിക്കുന്നത് അങ്ങനെ ഒരു പ്രാക്ടീസ് കിട്ടിയിട്ടുമില്ലായിരുന്നു. ഉള്ള ഈ സംശയങ്ങളെല്ലാം മനസ്സിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് എങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ റൈറ്റ്ലി ഡിവൈഡ് ഓരോ സെന്റൻസും വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ക്ലാസ്സിലൂടെ മാത്രമാണ്. കഴിഞ്ഞ 8 വർഷത്തിലേറെയായിട്ട് ഷൂപാസ്റ്ററുടെ മെസ്സേജസ് ഞങ്ങൾ കേൾക്കുന്നതാണ്. ഈ അറിവ് ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലും എൻ്റെ മോനും ആയിട്ടൊക്കെ ഈ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാനും ഈ അറിവ് കൂടുതൽ പേർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ എനിക്കൊരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഈ ട്രിനിറ്റിയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പൊ ആയിരുന്നെങ്കിൽ ഞാനത് ഒഫീഷ്യലി അവിടുന്ന് റിട്ടയർമെന്റ് എടുത്തു. ഇപ്പൊ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യമായിട്ട് കുഞ്ഞുങ്ങളെ എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ഞാൻ ഇപ്പം വിചാരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു സന്ദർഭമാണ്, വിലമതിക്കാത്ത സന്ദർഭമാണ്. എത്ര നന്ദി പറഞ്ഞാലും സാധിക്കില്ല. ഈ ഷുബിച്ചാനോടുള്ള പ്രത്യേക നന്ദി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള നന്ദി നമസ്കാരം ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു. മേരി വർഗീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര സമയമാണ് എന്നൊന്നും എനിക്കറിയില്ല. സമയം കൂടിപ്പോയാൽ ക്ഷമിക്കുക. ദൈവം ആകർഷിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് കേൾക്കാമോ? കേൾക്കാം പറഞ്ഞു. ദൈവം ആകർഷിച്ചു കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്ലാസ്സിൽ കയറാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല സ്ഥലങ്ങളിലൂടെ താമസിക്കുകയും അവിടെ അവരെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തപ്പോഴൊന്നും മനസ്സിനൊരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ബൈബിൾ വായിക്കുമ്പോഴാണെങ്കിൽ യഹോവയെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ മനസ്സിലൊരു വല്ലാത്ത വെറുപ്പ് തോന്നാറുണ്ട്. പ്രധാനമായ കാരണം
പഴയ നിയമത്തിലുള്ള യാഗങ്ങളുടെ ആ സ്മെല്ലടിക്കുമ്പോഴാണ് യഹോവയ്ക്ക് ഇഷ്ടം കൂടുതൽ എന്ന് പറയുമ്പോൾ ഇത്ര വൃത്തികെട്ടതാണോ ദൈവം എന്ന് മനസ്സിൽ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഓർക്കും ദൈവം ആയിപ്പോയിട്ടേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന്. എന്തായാലും ഒരു അന്വേഷണത്തിന്റെ തിരയിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് പല സ്ഥലങ്ങളിലൂടെ കറങ്ങി കോട്ടയത്ത് വരാനും 2018 ഞാൻ എൻ്റെ ബ്രദറിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും ഈ പാസ്റ്ററുടെ ശുശ്രൂഷയുടെ ഏതാനും ചില വരികൾ മാത്രം കേൾക്കാൻ എനിക്കിടയായി. അപ്പൊ അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചു, ഇത് എനിക്ക് മേരി എങ്ങനെയെങ്കിലും സിസ്റ്റർ ഒന്ന് കേൾക്കാൻ സാധിക്കുമോ. എന്തായാലും ഈ 1-1.5 വർഷം ആയിട്ടുള്ളൂ എനിക്ക് ഇത് കേൾക്കാവുന്ന ഒരു ഫോൺ കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ അന്നേരം ആഗ്രഹിച്ചതാണ് ഇത് എനിക്കൊന്ന് കേൾക്കാൻ സാധിക്കണമെന്ന്. അതിനുള്ള വഴികൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ സിസ്റ്റർ ഉണ്ടെന്നും ആ സിസ്റ്ററോട് ചോദിച്ചാൽ ഇത് കിട്ടുമെന്നും അങ്ങനെ അതുവഴിയാണ് ഈ ക്ലാസ്സിൽ കയറാൻ സാധിച്ചത്. അപ്പോൾ ഒരു ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പാസ്റ്റർ പെന്തുകൊസ്തി പോയത് നന്നായി. അങ്ങനെ പോയത് കൊണ്ടാണ് ഇത്ര വീറോടെ ഇത് പഠിക്കാനും അവരോട് തന്നെ ഇത്രമാത്രം ഇത് ഇത്ര ഉശിരോടെ സംസാരിക്കാനും അത് ലോകത്തിലേക്ക് വ്യാപിക്കാനും ഒക്കെ ഇടയായത്. അപ്പൊ ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് പറഞ്ഞ പോലെ ആ പെന്തുകൊസ്തി പോയത് നന്നായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും തിരിച്ചു വരാനും അനേകർക്കൊരു മാതൃകയാകാനും ഗുരു ആകാനും ഒക്കെ ഇടയാക്കിയല്ലോ. എന്തായാലും ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ കയറാൻ പറ്റാതെ നെറ്റിന്റെ ഒക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടായി. അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശുചിത്വ പ്രവർത്തകർ പ്രത്യേകമായിട്ട് സഹിക്കാനും വഹിക്കാനും ഒക്കെ ഇടയായിത്തീർന്നു. അതിലൊക്കെ എനിക്ക് ഒത്തിരി മനസ്സിനൊത്തിരി വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഫോൺ വേണ്ടത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. എന്നൊക്കെ എന്തായാലും നന്ദി പറയുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വിരുന്ന് സദ്യയിൽ ചെന്നിട്ട് വയറ് നിറയാതെ പോകുമ്പോൾ ഒരു നിരാശയോടെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴാണ് ക്ലാസ് ശരിക്കും ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒക്കെ സാധിക്കുന്നു. അപ്പോഴേക്കും ക്ലാസ് തീരുകയും ചെയ്തു. അപ്പോൾ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 ക്ലാസ്സിലും കയറാൻ സാധിച്ചില്ല. മണിക്കൂറുകൾ ഇന്ന് പരിശ്രമിച്ചു. ആ സംശയങ്ങളൊന്നും ചോദിക്കാനും സാധിച്ചില്ല. ചോദ്യങ്ങളായിട്ടല്ല, സംശയങ്ങളാണ്. പക്ഷെ ആദ്യമേ ഇവിടെ ചിലരൊക്കെ ഓർപ്പിച്ചതുപോലെ ഇത് അനേകരിലേക്ക് പകരാൻ ഗ്ലോറിയസ് ഇതൊക്കെ വഴിയായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതിനേക്കാൾ ഉപരിയായി എനിക്ക് തോന്നുന്നത്, ഇതെന്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നത് കേട്ട ഓരോരുത്തരും ഇടത്തും വലത്തും മുന്നിലും പിന്നിലും ഉള്ളവരോട് സംസാരിക്കുമ്പോൾ അതങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ എത്ര മെഴുകുതിരി വേണമെങ്കിലും കത്തിക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പരസ്പരം പകർന്നു പോയാൽ പ്രശ്നം കൂടാതെ ഇത് ആളുകളിലേക്ക്, കാരണം എങ്ങനെയുള്ളവരോട് പറഞ്ഞാലാണ് നമുക്ക് പ്രശ്നം കൂടാതെ അവർ ഉൾക്കൊള്ളുന്നതെന്ന് അവരവർ ഇടപെടുന്നവർക്കറിയാലോ. എനിക്ക് തന്നെ ഇവിടെ ഇപ്പൊ കുറെ ആളുകളോട് എനിക്കിത് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളവരോടൊക്കെ ഇത് പറഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അവരതുപോലെ മാറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെയുള്ള എൻ്റെ പ്രശ്നം ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പാടാവുന്ന പാട്ട് ഏതാ ഉള്ള ഒരു പാട്ടും ഇല്ല. ബൈബിൾ എടുത്താൽ പുതിയ നിയമവും സദൃശവാക്യം ഉത്തമഗീതം അല്ലാതെ വായിക്കാൻ പറ്റുന്ന ഭാഗങ്ങളില്ല. കാരണം ഒക്കെ യഹോവയെ കുറിച്ച് യഹോവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ യഹോവയെ കുറിച്ച് ഇത്രയും വ്യക്തമായി പഠിക്കാനും അതുപോലെ തന്നെ ഈ സാത്താനൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എല്ലാവരെയും വഴിതെറ്റിക്കുന്നു എന്നൊക്കെ ഇപ്പോഴും കുർബാനയിലും പ്രാർത്ഥനകളിലും ഒക്കെ അതേക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത്, പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോഴും ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് അത് വലിയ പ്രശ്നമില്ലാതെ അതൊക്കെ ഉൾക്കൊണ്ടു പോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ വന്നത് കൊണ്ടാണ് ഇത്രയും ഒരു വെളിച്ചം കിട്ടാനും അത് പഠിക്കാനും കൂട്ടത്തിലുള്ളവർ ചെയ്യുന്നത് എന്തെങ്കിലും അനീതി ചെയ്താൽ അത് എന്തുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് അവരോട് സ്നേഹമായി ഇടപെടുവാനും ഒക്കെ സാധിച്ചത്. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്, തുടർന്നുള്ള ക്ലാസ്സുകളിലും കൂടി എനിക്ക് അതിൽ കയറാനുള്ള ഒരു സൗകര്യം തന്നാൽ കൊള്ളാമെന്ന് ഉണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് കൊണ്ടോ പറയുന്നതല്ല, എനിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ ക്ലാസ്സിലുണ്ടായിരുന്ന മിക്കവരുടെയും പേര് കുർബാനയ്ക്ക് പേര് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഷിബു പാസ്റ്ററുടെയും സുജിത്ത് ബ്രദറിന്റെയാണ് ഇതറിയാവുന്നത്. അവരെ എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്, കാരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ അവസരമുള്ളത് കൊണ്ട്. പിന്നെ കുർബാനയ്ക്ക് പേരുകൾ കൊടുക്കുന്നുണ്ട്. വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കതേ ചെയ്യാൻ ഒക്കുള്ളൂ. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദിയുണ്ട്. എല്ലാത്തിനുപരിയായി ദൈവത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്ന ദൈവം ഓരോ വഴികളിലൂടെ ചുറ്റിച്ച്
ആ തിരുവചനം ഗ്രഹിക്കുവാനുള്ള അവസരത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നല്ലോ. ഇതിനിടയ്ക്ക് അനേക ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇതിന് നേരെ വിപരീതമാണ്. അച്ഛന്മാർ പഠിപ്പിച്ച ക്ലാസ് ഉണ്ട്, ആത്മായർ പഠിപ്പിച്ച ക്ലാസ് ഉണ്ട്, അത് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് വിപരീതമായിട്ടാണ് പഠിപ്പിച്ചത്. അവർക്ക് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും മറിഞ്ഞിരുന്ന സത്യങ്ങളൊക്കെ ആരിലൂടെയെങ്കിലും ഒക്കെ പുറത്തിറക്കാനും പുറത്തു വരാനും അറിയാനും ഒക്കെ സാധിച്ചത് അതിലൊരു ഇതായിട്ട് എനിക്കും ഇതിൽ ചേരാനും പഠിക്കാനും ഇതറിയാനും ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. തോമസ് അലക്സാണ്ടർ. ഷിബു പാസ്റ്റർക്കും ടീമിനും ആദ്യമേ നന്ദി പറയുന്നു. പാസ്റ്ററിൻ്റെ ക്ലാസ് ആദ്യം തൊട്ടേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്റ്ററിൻ്റെ മിക്കവാറും എല്ലാ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിൽ നിന്നും ക്രിസ്തുവിൻ്റെ മുഖവും ക്രിസ്തുവിൻ്റെ മനസ്സും വേർതിരിച്ചെടുത്ത് കാണിച്ചു തന്ന പാസ്റ്ററിന് 1000 നന്ദി. ഈ ധാന്യം 2 തരമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യൻ തിന്ന് മറപ്പുരയിലേക്ക് പോകുന്ന ധാന്യം, രണ്ടാമത് വിതയ്ക്കാനായിട്ട് കർഷകൻ സെലക്ട് ചെയ്യുന്ന ധാന്യം. ഈ ടീം മുഴുവനും, അതായത് ഇത് കേൾക്കുന്നവരെല്ലാവരും ഏത് ഗ്രൂപ്പിൽ പെടുമെന്ന് ചോദിച്ചാൽ വിതയ്ക്കാനായിട്ട് എടുക്കുന്ന വിത്തിൻ്റെ കൂട്ടത്തിലേക്ക് സെലക്ട് ചെയ്യുന്ന ധാന്യത്തിൻ്റെ ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഷിബു പാസ്റ്റർക്ക് ദൈവം കൊടുത്ത എല്ലാ നല്ല അറിവിനുമായിട്ട് നന്ദി പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഈ BP ഇല്ലാതെ സന്തോഷത്തോടു കൂടി നരകപ്പേടി ഇല്ലാതെ ആ എതിർപ്പെടുന്ന ഏതവനിലും ഒരു ക്രിസ്തുവിൻ്റെ രൂപം കാണുന്നതിനും എന്താണ് സത്യം, ഈ ഊടുവഴികൾക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശം നമ്മുടെ ഊടുവഴി ഇഷ്ടമുള്ള ഊടുവഴിയിലേക്ക് അടയ്ക്കാതെ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്താണ് എന്നറിഞ്ഞ് അതിനെ സെലക്ട് ചെയ്യാനും സന്തോഷമായിട്ട് ജീവിക്കാനും എന്നെ പഠിപ്പിച്ച ഒരു നല്ല ഗുരുനാഥൻ. എനിക്ക് 67 വയസ്സ് പ്രായമുണ്ട്. എന്നാലും എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ പുള്ളിയെ ഒരു വലിയ ഗുരുനാഥനായിട്ട് തന്നെ കാണുന്നതിനും ഈ ടീമിനെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കും. താങ്ക് യു. നമ്മളിവിടെ ക്യാമറയിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചവരെല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ചാറ്റിൽ നന്ദി പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഒന്നുകൂടി അവസാനമായിട്ട് ഈ സെഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അലക്സച്ചായന് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകള് ഇതിനു മുമ്പ് നടന്നിരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിതാക്കൾ ഇത്രയും ചിട്ടയോടുകൂടി ആയിരുന്നില്ല. ഇവിടെ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ട അവസരങ്ങൾ തന്നെ എനിക്ക് വളരെ ചുരുക്കമായിട്ട്, അങ്ങനെ ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ ശ്രദ്ധാപൂർവം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. പിന്നെ 1-2 പേര് ഇതിനകത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ മുഴുവൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തവരുണ്ട്. ഒരു 2-3 പേരെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു മനസ്സിൽ. അവരോടുള്ള സ്നേഹം അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. പിന്നെ മേരി സിസ്റ്റർ ഒരു ഇത് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയി, ഇനി ഞങ്ങൾ എവിടെ പോകും, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സൂം 24 മണിക്കൂറും തുറന്നിവിടെ ഉണ്ട്. ഒരു വൈകിട്ട് 7 മണിക്ക് ശേഷം ഷിബിച്ചാൻ പലപ്പോഴും അവിടെ വരാറുമുണ്ട്. നിങ്ങൾക്ക് അവിടെ ഏത് സമയത്തും വരാം. അല്ലെങ്കിൽ എന്നെയോ സുജിത്തിനെയോ കോണ്ടാക്ട് ചെയ്ത്, ഇപ്പം ഇതിനിടയ്ക്ക് ഒരാൾ കോട്ടയത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഷിബിച്ചാനോടൊന്ന് മിണ്ടണം, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എപ്പോഴും ഞങ്ങൾ വളരെ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിച്ചു. താങ്ക് യു. താങ്ക് യു അലക്സിച്ച. സോറി, ഞാൻ ഒരാളെ മിസ് ചെയ്തു. മേരി സാനു. പ്രിയ ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ പറയാന്ന് ഒന്നും പറയാനില്ല. ഇങ്ങനെ ഈ ഗ്ലോറിയസ് നുഹ്റോയിലേക്ക് കടന്നു വരുവാനും ഇതിനകത്ത് പങ്കെടുക്കാനും കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേക ഷിബു പാസ്റ്ററോട് നന്ദി പറയാണ്. ഷിബു പാസ്റ്ററിന്റെ ഓരോ ക്ലാസ്സുകളും ഓരോ മെസ്സേജുകളും ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എല്ലാം
പൗലോസ് അപ്പോസ്തലന്റെ ആത്മാവ് ഇറങ്ങി വസിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം തെരഞ്ഞെടുത്ത വലിയൊരു മനുഷ്യനായിട്ട് തോന്നിപ്പോകാറുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു അഹങ്കാരിയായിരുന്നു ഞാനെന്ന് പറയാം. കാരണം ഒരു യാക്കോബായ സഭയിൽ ജനിച്ച് സുറിയാനി ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കഴിഞ്ഞ ആ ഭാഗ്യത്തെ ഓർത്ത് ഒത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ അതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് ഒരു 2018 മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള യാത്രയിൽ മനസ്സിലാക്കാൻ പറ്റി. സത്യം എന്താണെന്നും വെളിച്ചം ഏതാണെന്നും ഒക്കെ കാണിച്ചു തരുവാൻ മാത്രം ദൈവം ഒരാളെ തെരഞ്ഞെടുത്ത് എൻ്റെ മുന്നിൽ നിർത്തി തരുമായിരുന്നു. അത് ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. ഇത്രത്തോളം സ്നേഹം ദൈവത്തിന് എന്നോട് ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിന് വേണ്ടി ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേക സുജിത് ബ്രദർ, അലക്സ് അച്ചായൻ, ഷിബു പാസ്റ്റർ. പിന്നെ എനിക്കൊരു സന്തോഷം കൂടി പറയാനുണ്ട്. ഏതാണ്ട് 2018 മുതൽ ഈ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഈ സൂം മീറ്റിങ്ങിൽ ആയിരിക്കാനും അതിലെ പ്രയറിലൊക്കെ പങ്കെടുക്കാനും കഴിയുന്ന, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുക, അത് ഈ ലോകത്തിലുള്ള സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഷാൻസി? ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനെ ഒരു നെഹ്റോ ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പാസ്റ്റിന്റെ ഒക്കെ പുറകെ നടന്നാണ് എനിക്ക് ഇതിനകത്ത് കയറാനുള്ള അവസരം കിട്ടിയത്. കുറെ നാളായിട്ട് ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്നുണ്ട്. ഒരു വേള ഞാൻ പെന്തക്കോസ്തിലേക്ക് വരെ ചേരേണ്ട അവസ്ഥയിലായിരുന്നു. കത്തോലിക്കായിട്ട് ജീവിച്ചു. പിന്നെ കരിസ്മാറ്റിക്കിന്റെ പുറകെ പോയി. അവിടെ നിന്ന് അതിലും നല്ലത് പെന്തക്കോസ്താണെന്ന് ചിന്തിച്ച് പെന്തക്കോസ്തിലേക്ക് ചേരാനുള്ള വക്കിൽ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പലിൽ എത്തുന്നത്. എത്തി ഷിവപാസിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് തിരിച്ച് നേരായ വഴിയിലേക്ക് തന്നെ വരാൻ സാധിച്ചു. അതുപോലെ ഷിവപ്രസാദ് നെഹ്റോ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വെളിച്ചം കിട്ടിയ ഒരു സംഭവമാണ്. ഒരുപാട് പഠിക്കാൻ സാധിച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിയാനും. അതൊക്കെ കഴിഞ്ഞ പിന്നെ കത്തോലിക്ക സഭയാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുമായിരുന്നു. നെഹ്റോ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, വലുതെന്ന് പറഞ്ഞ സത്യങ്ങൾ വേറെയാണെന്ന് മനസ്സിലായി. എന്തായാലും സത്യത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ശിവപാസിനും സുജിത് ബ്രദറിനും അച്ചായനും അതുപോലെ തന്നെ നെഹ്റോ ക്ലാസ് ലീഡ് ചെയ്ത എല്ലാവർക്കും, ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനിയും തുടർന്നും ഈ ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ ഓർക്കുന്നു. കാരണം പല ക്ലാസ്സുകൾ ഞാൻ ഇപ്പോഴും പുറകോട്ട് പോയി കേൾക്കാറുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകൾ ഇനിയും നമുക്ക് നമ്മുടെ ഇമെയിൽ ത്രൂ പോയി കഴിഞ്ഞാൽ കേൾക്കാൻ സാധിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി, സ്നേഹത്തോടെ. താങ്ക് യു. സോ സംസാരിക്കാനുള്ളവരെല്ലാം കഴിഞ്ഞു. ഞാനൊരു 2 വാക്ക് സംസാരിച്ച ശേഷം ബിന്നി ഓട്ടോ താങ്ക്സ് പറയും. നമ്മുടെ ക്ലാസ് ഷിവപാസ്റ്റർ അനൗൺസ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു. സോ ഒക്ടോബർ മുതൽ ഇതിൻ്റെ പുറകിൽ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ജനുവരിയിൽ ക്ലാസ് തുടങ്ങി. ജനുവരി മുതൽ ഇന്ന് വരെ നമ്മൾ ക്ലാസ് നടത്തി. സോ 34 ക്ലാസ്സുകൾ നടന്നു. ആ ക്ലാസ്സുകളിനകത്ത് രജിസ്റ്റർ ചെയ്ത് 400-ലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊരു 200-നടുത്ത് ഇപ്പം ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഉണ്ട്. അതിനകത്ത് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആൾക്കാരെ വേർതിരിക്കുകയല്ല. എന്നാൽ അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ ക്ലാസ്സും എന്നുവെച്ചാൽ മിനിമം 30 ക്ലാസ്സിൽ മിസ്സാകാതെ ഈ എല്ലാ ക്ലാസ്സിലും കയറി വന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അവരുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. എബ്രഹാം സാമുവൽ, അജോഷ് ജോയ്, ജെയിംസ് സാം, ബിന്നി ജെയ്സി, ബ്ലസ്സി സിനോജ്, റോയ് ഉമ്മൻ, ബോബി വർഗീസ്, ഡോക്ടർ ജോർജ് ഫിലിപ്സ്, ജോർജ് ചെറിയാൻ, ജോർജ് ജേക്കബ്, സജിത ഷാൻ, ജോർജ് വടക്കേടത്ത്, ജില്ലറ്റ് പണിക്കർ, ഗ്രേസ് തോമസ്,
ഷാൻ മാത്യു, ജിഷ ജോർജ്, ജോബി തോമസ്, ജോബി കുറിയാക്കോസ്, ജോൺ ശോഭൻ, ജോൺസൺ പി, ജോയ് സി തോമസ്, ജോഷ് തോമസ്, ബിനു അലക്സാണ്ടർ, കുമാരി ഫിലിപ്പോസ്, കുര്യൻ ഈപ്പൻ, ലിജോ ജോർജ്, മേരി വർഗീസ്, മാത്യു പുതുമന, മാത്യു പുത്തൻപറമ്പിൽ, ബിൻസ് എബ്രഹാം, പി ഉണ്ണികൃഷ്ണൻ, പോൾ ജോൺ, ഫിലിപ്പോസ് കാക്കനാട്, പ്രിൻസ് വർഗീസ്, റെഫ്സൺ, റെജി ജോർജ്, സീമ മേരി, ഷീല രാജൻ, ഷേർലി മാത്യൂസ്, സോബി കുര്യൻ, ടി അലക്സ് ജോൺ, തോമസ് സാമുവൽ, ടോണി കുര്യൻ, വർഗീസ് കുയിൽ, വർഗീസ് ജേക്കബ്, വർഗീസ് കെ ജെ, വിനോദ് മാനുവൽ, വില്യം മാത്യു. 40-ലധികം പേരുണ്ട്. ഇത്രയും പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് മിനിമം നമ്മൾ 34 ക്ലാസ്സാണ് നടത്തിയത്. 30 ക്ലാസ്സിൽ മിനിമം ജോയിൻ ചെയ്തവരാണ്. അതിൽ കൂടുതൽ ജോയിൻ ചെയ്തവരാണ് ഇവരെല്ലാവരും. താങ്ക് യു സോ മച്ച്. ഈ ഡെഡിക്കേഷന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് ആദ്യം. ഞാൻ ഇതുവരെ ഈ ക്ലാസ്സിൽ വളരെ സ്ട്രിക്റ്റായ കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഞാൻ ഈ ക്ലാസ് നടത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്യാമറയിൽ കയറി വരികയില്ല, ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ പോയത് കൊണ്ട് ഇത് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞു, ക്ലാസ്സിൽ ക്യാമറ ഓൺ ചെയ്യാതെ ക്ലാസ്സിൽ കയറാത്തവർക്ക് പ്രവേശനമില്ല എന്നൊരു നിർബന്ധം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ക്ലാസ്സിൽ കയറിയില്ല. സോ ബട്ട് നിങ്ങൾക്ക് ഈ സമയം ഇവിടെ തന്ന് ഈ 1.5 മണിക്കൂർ ഇവിടെ നിങ്ങളുടെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സോ ആർക്കും അതൊരു വിഷമമായി ചിലർ കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മുടെ നാട്ടിലത്തെ കോൺഫറൻസ് ചെന്നപ്പം ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇതാണ് കാര്യങ്ങൾ. സോ അതുകൊണ്ട് അതൊരു വിഷമമായി ആരും എടുക്കരുത്. നിങ്ങളുടെ പ്രയോജനം വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ എനിക്ക് ആകെ ഒരു ഉപദേശം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ജ്ഞാനം അത് ചീർപ്പിക്കാതെ, അതൊരു അഹങ്കാരമായി തീരാതെ, അത് നിങ്ങളെ ഹമ്പിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. സ്നേഹത്തിൽ മറ്റുള്ളവരോട് ഇടപെടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ ഈ അറിവ് നിങ്ങളിൽ സ്നേഹം ഉളവാക്കുകയും കമ്പാഷനിലൂടെ മറ്റുള്ളവരെ സത്യത്തിലേക്ക് നയിക്കുകയും പ്രത്യാശ പകരുകയും ചെയ്യുന്നവരായി തീരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്. എൻ്റെ പേരൻസിനെ ഞാൻ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എൻ്റെ ആ ആഗ്രഹം കൊണ്ടാണോ നിർബന്ധം കൊണ്ടാണോ എന്തോ ഇപ്പം എനിക്ക് ആ അവസരമില്ല. അങ്ങനെ അടഞ്ഞു പോകാതെ, നിങ്ങളുടെ അവസരങ്ങൾ അടച്ചു കളയാതെ, നിങ്ങൾ പരമാവധി എതിർത്ത് നിൽക്കുന്നവരോട് നിങ്ങൾ അവിടെ തന്നെ അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു അവസരം കിട്ടാൻ വേണ്ടി നിങ്ങളത് തുറന്നു കൊടുക്കുക. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ മുറിവുപ്പെടുത്താതെ ആ സ്നേഹത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ബിന്നി, യു ക്യാൻ സ്പീക്ക്. താങ്ക് യു. എൻ്റെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ. താങ്ക് യു. ഗ്ലോറിയസ് ന്യൂറോയുടെ സമാപനത്തിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാനായിരിക്കുന്നത്. പല ആൾക്കാരുടെ മുഖത്ത് വളരെ അധികം വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഈ ക്ലാസ് തീർന്നു പോയല്ലോ എന്നൊക്കെയുള്ള വിഷമമൊക്കെ ഉള്ള ആളുകളുടെ ഞാനിങ്ങനെ ഓരോരുത്തരുടെ മുഖം ഇങ്ങനെ നോക്കുകയായിരുന്നു. എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ജൈത്രയാത്ര 7 വർഷം പിന്നിടുകയാണ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാസ്റ്റർ ഷിബു പീഡിയേക്കൽ താൻ ആയിരുന്ന പെന്തക്കോസ്റ്റിൽ നിന്ന് മാറി അദ്ദേഹം ഈ ഒരു സത്യം സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്ന ഇത് തുടങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമുക്ക് 6ഓളം ക്ലാസ്സുകൾ ഇതുപോലെ നമ്മൾ വെച്ചിരുന്നു.
അതിനകത്ത് ദർബാറുണ്ട്, സോഫിയ, തൈബൂസു, നെക്സസ്, അതുപോലെ ഇപ്പോൾ നമുക്ക് നൂറോ, ഇങ്ങനെ ഒരുപാട് ബാച്ചസ് നമുക്ക് ഇവിടുന്ന് അക്കാഡമി പോലെ നമ്മളിങ്ങനെ പഠിപ്പിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ബാച്ചിലും പങ്കെടുത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ ബാച്ച് തൊട്ടിരിക്കുന്നവരുണ്ട്, മൂന്നാമത്തെ ബാച്ച് തൊട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ആദ്യമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി സന്തോഷം. ഈ ഒരു ക്ലാസ്സുകളിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമയം, നമുക്കറിയാം ഈ പേരുകൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ രജിസ്റ്റർ ചെയ്തവരെല്ലാവരും 400 മുകളിൽ ആളുകളാണ്. 400 മുകളിൽ ആളുകളിൽ നിന്നും ഇത്രയും ആളുകൾ മുടങ്ങാതെ നിന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെയൊക്കെ അതും പല ടൈം സോണിൽ നിന്നാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പല ടൈം സോണിൽ നിന്നുള്ള ആളുകൾ മുടങ്ങാതെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. അതിന് നിങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് പാസ്റ്റർ ഷിബു പീഡിയക്കലിനോട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 8 വർഷമായിട്ടുള്ള ഈ യാത്രയിൽ അദ്ദേഹം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ ഇമേജോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ദൈവപുരുഷൻ എന്നൊക്കെ ഉള്ള നമ്മുടെ രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ആളുകളുടെ ഒരു മനോഭാവത്തിലൊക്കെ നിൽക്കുന്നതല്ല. പച്ചയായ മനുഷ്യൻ, പച്ചയായ കാര്യങ്ങൾ, പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇത്. അത് എല്ലാവർക്കും, പല ആൾക്കാർക്കും ഒരുപാട് ഇടർച്ച ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഇമേജ് ഇഷ്യൂസോ അങ്ങനെ, അല്ലെങ്കിൽ അദ്ദേഹം ഈ സത്യം വിളിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ഈ സത്യം വിളിച്ചു പറയുന്നതിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് നിൽക്കുന്നത് ഷിബിച്ചായനോട് ഉള്ള നന്ദിയെ ഗ്ലോറിയസ് ന്യൂറോയുടെ എല്ലാ ടീമംഗങ്ങളുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഒരു ദിവസം പോലും നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ദിവസമെങ്കിലും മുടങ്ങാൻ കഴിയും. പക്ഷെ മുടങ്ങാതെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത് തന്ന അദ്ദേഹം ഇത്രയും വർഷമായിട്ട് എടുക്കുന്നു, മുടങ്ങാതെ ലൈവുകൾ ചെയ്യുന്നു, മുടങ്ങാതെ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നു. ഷിബിച്ചാനോടുള്ള പ്രത്യേകമായ നന്ദി ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന്റെയും ന്യൂറോയുടെയും പേരിൽ അറിയിക്കുകയാണ്. രണ്ടാമതായിട്ട് ഗ്ലോറിയസ് ന്യൂറോ ക്ലാസ് ആരംഭിച്ചത്, നമുക്ക് ഉദ്ഘാടനം ചെയ്തത് യാക്കോബായ സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനികളായിട്ടുള്ള തിമോത്തിയോസ് തിരുമേനി, അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോറിയസ് ന്യൂറോയുടെ കേരളത്തിൽ നടന്ന മീറ്റിങ്ങിലും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ പങ്കുവെക്കുകയും സ്നേഹം പങ്കുവെക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തോടുള്ള നന്ദിയെ, അദ്ദേഹത്തിന്റെ സപ്പോർട്ടിനെയും നമ്മൾ ഈ തരത്തിൽ ഓർക്കുകയാണ്. കൂടാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നമുക്കറിയാം, ഓരോ ബാച്ച് ഇവിടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വളരെ വോളണ്ടിയർ ആയിട്ട്, ഇപ്പൊ നമ്മൾ ശിവ പാസ്റ്റർ പറയുന്ന പോലെ തന്നെ വിത്തൗട്ട് ഒരു ലാഭയിച്ഛയും പ്രതീക്ഷിക്കാതെ, ഒരു ലാഭമോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും കാര്യസാധ്യത ഒന്നും സാധിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ ഇതിനു വേണ്ടി വോളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് പേര് ഈ ബാച്ചിന്റെ പിന്നിലുണ്ട്. അതിൽ ഞാൻ നമ്മുടെ ന്യൂറോയുടെ ഇതിനകത്തിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ ശിവപാസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ നമ്മളോടൊപ്പം ആയിരുന്ന പ്രധാനപ്പെട്ട ഗ്ലോറിയസ് ന്യൂറോയുടെ ഈ ടെക്നിക്കലി നമുക്ക് നോട്ട്സ് തരുന്നതും അല്ലെങ്കിൽ ഈ ന്യൂറോയുമായി ബന്ധപ്പെട്ട സൂം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിനകത്ത് നമ്മളെ സഹായിച്ച 2 പേരാണ് സുജിത്ത് അച്ചായനും അതുപോലെ സുജിത് ജേക്കബ് അദ്ദേഹവും അതുപോലെ അലക്സാണ്ടർ മാത്യു അച്ചായനും. അവർ രണ്ടുപേരോടുള്ള വളരെ സ്നേഹത്തോടുള്ള നന്ദി ഗ്ലോറിയസ് ന്യൂറോയുടെ പേരിൽ അറിയിക്കുകയാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഊഹിക്കുന്നതിന്, കാരണം ഇത്രയും പേരുടെ ഡാറ്റ നിങ്ങൾ പുറത്തൊക്കെ ആരോടെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാറ്റ ഒരു വലിയ ഡാറ്റയാണ്. അപ്പോൾ ഈ ഡാറ്റ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതും ഡിഫറെന്റ് ടൈം സോണിലുള്ള ആളുകളുടെ ഡാറ്റ കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ഈ ഗ്ലോറിയസ് ന്യൂറോയില് നമുക്ക് ഗസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ, ഫിലോസഫി ക്ലാസ് എടുക്കാൻ വന്ന KM ഫ്രാൻസിസ് സാറ്, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിന്റെ ആദ്യോടന്തം ഗ്ലോറിയസ് ദർബാർ മുതൽ ഗ്ലോറിയസ് സോഫിയ, അങ്ങനെ അത് മുതൽ നമ്മളെ ഫോളോ ചെയ്യുകയും ഈ ഒരു ക്ലാസ്സിന് വേണ്ട കാര്യങ്ങളുടെ പ്രചാരണങ്ങൾ നൽകുകയും ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഇതെല്ലാം വെച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഒരുപാട് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അവരോട് എല്ലാവരോടുള്ള
നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഗ്ലോറിയസ് ന്യൂറോ നാട്ടിൽ നടന്ന സമയത്ത് വന്ന് സംബന്ധിച്ച് UK നിന്നും US നിന്നൊക്കെ വന്ന് സംബന്ധിച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവര് കേരളത്തിൽ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്ന സമയത്തെല്ലാം വന്ന് സംബന്ധിച്ച് ആ മീറ്റിംഗ് ഗ്ലോറിയസ് ന്യൂറോയുടെ കേരളത്തിലെ മീറ്റിംഗും കൂടെ വിജയകരമാക്കി തന്ന എല്ലാ ആളുകളോടും അതുപോലെ ഗ്ലോറിയസ് ന്യൂറോ ടീമിനോടുള്ള നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഇനി ഇവിടുന്ന് അവസാനിക്കുന്നില്ല. തുടർന്നും നമുക്ക് സൂമുകൾ മീറ്റിങ്ങുകൾ ഉണ്ട്. നിങ്ങൾക്ക് വന്ന് ചേരാം. നിങ്ങൾക്ക് പുറത്തുനിന്ന് കേൾക്കാതെ എന്ത് കാര്യം ഫസ്റ്റ് ഇവിടെ എത്ര ഓപ്പൺ ആയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ആരും എന്ത് ശിവപീഠെങ്കിലും പഠിപ്പിച്ചു എന്ന് പുറത്തുനിന്ന് ആരും പറഞ്ഞു കേൾക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ആർക്കും ഇല്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ വന്ന് അറിയുകയും അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും എല്ലാത്തിനുള്ള അവസരം വീണ്ടും ഉണ്ട്. ഇത് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ള നമ്പറുകളിലെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ആവശ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള എന്ത് ആവശ്യങ്ങളിലും ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും ഇതൊരു ഓൺലൈൻ ഫെലോഷിപ്പ് പോലെയാണ് സാധാരണ രീതിയിൽ പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ പ്രയർ മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഓൺലൈനിൽ പോകുന്നുണ്ട്. ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി പോലെയാണ്, ഒരു പ്രത്യേക ഹയറാർക്കി പോലെയൊന്നും നമ്മൾ ഇതിനകത്ത് പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ വോളണ്ടിയേഴ്സ് ആകാവുന്നതാണ്. ആരും ഇവിടെ പ്രത്യേക സ്ഥാനങ്ങളിലോ മാനങ്ങളിലോ ഒന്നും പദവികളിലോ ഇരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരേപോലെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഈ ചൈത്ര യാത്രയിൽ നിങ്ങൾക്ക് വോളണ്ടിയേഴ്സ് ആകാവുന്നതാണ് എല്ലാ രീതിയിലും. നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ. ചില ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ചില ആൾക്കാർ ഇതിന്റെ സാമ്പത്തികമായ സഹായം ചെയ്യുന്നതിലൂടെയാണ്, ചില ആളുകൾ ഇതിന്റെ ഈ ഒരു ഇത് മറ്റു രീതിയിലാണെങ്കിലും അവരവരുടെ രീതിയിൽ പഠനങ്ങൾ നടത്തി പ്രചരിപ്പിക്കുന്നു. ചില ആൾക്കാർ പുസ്തകം എഴുതി, ചില ആൾക്കാർ വീഡിയോ വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ സത്യം ഇത് അനേകരിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ആരെയും നമുക്കെല്ലാവർക്കും അറിയാം, ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സുവിശേഷം, എല്ലാവർക്കും സന്തോഷം നൽകുന്ന സുവിശേഷം. അതുകൊണ്ട് തന്നെ ഇത് എത്തിക്കാൻ തന്നെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇതിനകത്തോട് സഹകരിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനാ രീതിയിലും സഹായിക്കാം, എല്ലാ രീതിയിലും സഹകരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരോടും ഗ്ലോറിയസ് ഗോസ്പലിന് വേണ്ടി എല്ലാവരോടും ഒരിക്കൽ കൂടി പല വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത്. അത്തരത്തിലുള്ള ഒരു ഈർഷ മനോഭാവങ്ങളും ഇല്ലാതെ, ഒരു വേർതിരിവില്ലാതെ, ഒരു വിഭാഗീയത ഇല്ലാതെ ഈ ഒരു സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒത്തിരി സ്നേഹവും ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിൽ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിന്നി. നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഷുപാസ്റ്റിന് 2 വാക്ക് പറയണോ? ഇപ്പം നമ്മുടെ സമയം ഇത് ഓവറായിട്ടുണ്ട്. നിങ്ങളിവിടുന്ന് പിരിച്ചു വിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ 1 more വീക്ക് ഈ ന്യൂറോ ക്ലാസിന്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരാഴ്ചയും കൂടെ എല്ലാ ദിവസവും 7 മണിക്ക് അതിന്റെ ലിങ്ക് ഇപ്പം നമ്മുടെ ഈ ചാറ്റിലിടും. സോ അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും എല്ലാം ഇതുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് ഇതേപ്പറ്റി സംശയങ്ങളുള്ളവർക്ക് അവർക്കൊക്കെ നിങ്ങൾക്ക് ആ ലിങ്ക് കൊടുക്കാം. യു ആർ ഫ്രീ ടു ഗീവ് ദാറ്റ് ലിങ്ക് ടു എനിവൺ. നിങ്ങൾ ആർക്ക് വേണേലും ആ ലിങ്ക് കൊടുത്തു. അവിടെ പാസ്വേഡും റെസ്ട്രിക്ഷനും ഒന്നുമില്ല. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ്. അവർക്കെല്ലാം വരാം, നിങ്ങൾക്കും വരാം. സോ ഇന്ന് ഇത് ഇവിടെ അവസാനിക്കുന്നതായിട്ട് ഒരു ഫീൽ വേണ്ട. ന്യൂറോ ക്ലാസിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. 1 more വീക്ക് ഉണ്ട്. ഇപ്പം അതാണ് ആ ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. നിങ്ങളുടെ പരിചയമുള്ളവർക്ക് സംശയങ്ങളോ തർക്കങ്ങളോ ചോദ്യങ്ങളോ വിയോജിപ്പുകളോ എതിർപ്പുകളോ, ഇനി അവർക്കൊരു പ്രമേയം അവതരിപ്പിക്കാനാണോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അവർക്കെല്ലാം വരാം. ഏത് വിഷയത്തെ സംബന്ധിച്ചും സമ്മതിക്കാൻ. അത് ഗ്ലോറിയസ് ദർബാർ എന്നാണ് അതിന്റെ പേര് നമ്മൾ ആ സൂമിന് ഇട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ഒരാഴ്ച അത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആണ്. ഷുവർലി അത് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ പെർമനന്റ് ലിങ്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ആ പെർമനന്റ് ലിങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണേലും സൂമിൽ ആ പെർമനന്റ് ലിങ്ക് എന്നിട്ടിട്ട് ആ മറ്റേ ലിങ്ക് കൂടെ എന്നിട്ടേക്ക് സുഹൃത്തെ. അത് 2ആണ്. ഈ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ലിങ്ക് ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഈ ലിങ്ക് വർക്ക് ചെയ്യത്തില്ല. പക്ഷെ മറ്റേ ലിങ്ക് എപ്പോഴും വർക്ക് ചെയ്യും. നമ്മുടെ ഗ്ലോറിയസിലേക്ക് വരാനും എല്ലാവരും കാണാനും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഞാനും അവിടെ ഉണ്ട്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് വന്നാൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. സോ നിങ്ങളെ പിരിച്ചു വിട്ടു എന്നുള്ളൊരു ഫീൽ വേണ്ട. യു ആർ സ്റ്റിൽ ദ പാർട്ട് ഓഫ് ദ ഫാമിലി. അതുപോലെ തന്നെ ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഈ
ബേസിക് തിയോളജി കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളങ്ങനെ ഒരു ഔദ്യോഗികമല്ല എന്തൊരു ഒഫീഷ്യൽ പരിവേഷം ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഗ്ലോറിയസ് ഗോസ്പൽ കോഴ്സ് പിന്നെ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ നിങ്ങളുടെ മെയിലിംഗ് അഡ്രസ്സ് സുജിത്ത് ബ്രദറിൻ്റെ വാട്സാപ്പ് അല്ലെങ്കിൽ ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെ വാട്സാപ്പിലോ ഇട്ടാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അത്യാവശ്യമുള്ളവരിട്ടാൽ മതി, അത് പ്രത്യേകിച്ച് പിന്നെ ആവശ്യമൊന്നുമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാവർക്കും നിർബന്ധമായിട്ട് ഇങ്ങനെ അയക്കുന്നൊന്നുമല്ല. സോ അതുകൊണ്ട് അത്യാവശ്യം അങ്ങനെ ഒരെണ്ണം വേണമെന്ന് തോന്നുന്നവർക്ക് ഇട്ടാൽ അങ്ങനെ അയക്കുന്നതായിരിക്കും. അത്രേ പറയാനുള്ളൂ. സോ നമ്മുടെ ഈ ചോദ്യോത്തര പരിപാടികൾ ഇന്നിങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഈസ് ഓപ്പൺ ഫോർ ഒരാഴ്ച, 1 more week. അത് നുഹ്റോ ക്ലാസ്സിന്റെ തന്നെ എക്സ്റ്റൻഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചോദ്യങ്ങൾ ചോദിക്കാം, നോ പ്രോബ്ലം. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പരിചയക്കാർക്കോ ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാം, അവരെ എല്ലാം ക്ഷണിക്കാം, നിങ്ങൾക്കും വരാം. സോ 1 more week നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചോദ്യങ്ങളുണ്ടെങ്കിൽ വന്നാൽ മതി. അല്ലാതെ നിങ്ങൾ എല്ലാ ആഴ്ചയിൽ നിങ്ങൾ എല്ലാ ദിവസവും അവിടെ വന്ന് ഇരിക്കണമെന്ന് ഞാൻ പറയുന്നല്ല. ഇഫ് യു ലൈക്ക് ടു കം യു ക്യാൻ കം. താങ്ക് യു. Thank you. Thank you, everybody. God. Thank you. Thank you.